നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇസ്രയേലും അമേരിക്കയും ലോകത്തെ തന്നെ ഏറ്റവും വലിയ ആയുധ ശക്തികൾ. രഹസ്യ വിവരാന്വേഷണത്തിലും ഇതര രാജ്യങ്ങളിൽ ആഭ്യന്തര കലഹങ്ങൾ സൃഷ്ടിക്കുന്നതിലും ശക്തി തെളിയിച്ച CIA-യും മൊസാദും പോലെ രണ്ട് വിഭാഗങ്ങൾ. US-നെയും ഇസ്രയേലിനെയും താരതമ്യപ്പെടുത്തിയാൽ ദുർബലമായ രാജ്യമാണ് ഇറാൻ. കനത്ത വ്യോമാക്രമണവും നാവികാക്രമണവും നടത്തിയിട്ടും കീഴ്പ്പെടാതെ നിൽക്കുകയാണ് ഇപ്പോഴും ഇറാൻ. കരയുദ്ധത്തിന് ഇറാൻ ഇരു രാജ്യങ്ങളെയും വെല്ലുവിളിച്ചിട്ടും ആ കെണിയിൽ വീഴാതെ നിൽക്കുകയാണ് ഇസ്രയേലും US-ഉം. മലനിരകളാൽ ചുറ്റപ്പെട്ട ഇറാന്റെ വിശാലമായ ഭൂപ്രകൃതിയിൽ കരയുദ്ധത്തിൽ വിജയം നേടുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് ഇസ്രയേലിനും US-നും ബോധ്യമുണ്ട്. അതിനാൽ ഇറാഖിന്റെ 2 ലക്ഷത്തോളം വരുന്ന കുർദിഷ് സേനയ്ക്ക് ആളും ആയുധവും നൽകി ഇറാനെ കീഴ്പ്പെടുത്താനാണ് നീക്കം. ഗൾഫ് മേഖലയിലെ അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന് ഇറാൻ പറഞ്ഞ ശേഷവും ഈ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം തുടരുകയാണ്. കരയുദ്ധത്തിൽ ഇറാനെ വീഴ്ത്താനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ യുദ്ധാന്തരീക്ഷം നീട്ടിക്കൊണ്ടുപോയി ഇറാനെയും അതിനപ്പുറം ചൈനയെയും പ്രതിരോധത്തിലാക്കാനാണോ ഇസ്രയേലിൻ്റെയും US-ൻ്റെയും നീക്കം? യുദ്ധം നീണ്ടാൽ സ്വാഭാവികമായും ഇന്ധനവില കുതിച്ചുയരും. ലോകത്തെ തന്നെ അരിക്ഷിതമാക്കുന്ന അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ഇസ്രയേലും US-ഉം ചേർന്നിട്ടും ഇറാനെ വീഴ്ത്താൻ കഴിയാത്തതെന്ത്? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ മുഹമ്മദ്, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആയുധശേഷിയും ഇൻ്റലിജൻസ് ശേഷിയും ഒക്കെ പരിശോധിച്ചാൽ അത് ഇസ്രയേലുമായോ അമേരിക്കയുമായോ ഏതെങ്കിലും തരത്തിൽ താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ ഇപ്പോഴും ഇറാൻ പിടിച്ചു നിൽക്കുകയാണ്. ഇറാൻ്റെ അതിവിശാലമായ ഭൂപ്രകൃതിയിൽ ഒരു കരയുദ്ധത്തിന് ഇരു രാജ്യങ്ങൾക്കും വലിയ പരിമിതികൾ ഉണ്ട് താനും. ഈ യുദ്ധാന്തരീക്ഷം നീട്ടിക്കൊണ്ടുപോകാനാണോ ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുന്നത്? നമസ്കാരം കിരൺ സാറേ. നമസ്കാരം. പിന്നെ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് ഈ ലോകത്തിനെ മുഴുവൻ പട്ടിണിക്കിടുക, മരിക്കുക എന്നുള്ളതാക്കാണ്. ഇപ്പൊ തന്നെ ഗ്യാസിന്റെ വില കൂടി. പിന്നെ ഗ്യാസ് കിട്ടണമെങ്കിൽ ഇപ്പൊ ബുദ്ധിമുട്ടായി. ഇന്ന് ബുക്ക് ചെയ്തപ്പോൾ ഒന്ന് വാങ്ങിയാണോ. അപ്പോ ഇതിന് ലാഭം കൊയ്യാൻ ഒരു കൂട്ടരും നടക്കുക. അതിന് ഇവിടെ 2 രാഷ്ട്രങ്ങൾ, 2-3 രാഷ്ട്രങ്ങൾ. അതിലിപ്പോ കാര്യമായിട്ടുള്ള രാഷ്ട്രത്തിലിപ്പോ ഒന്ന് ഇപ്പൊ നമ്മളെ ഇസ്രായേലും ഒന്ന് നമ്മളെ ട്രംപുമാണ്. അപ്പൊ ട്രംപിന്റെ ആവശ്യം എല്ലാരും ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് മറ്റേ റിപ്പബ്ലിക് ഇനി ക്യൂബയ്ക്കും പോവുകയാണ് പോലും. അപ്പൊ ഈ ഇദ്ദേഹത്തിന് ഈ പിന്നെ യുദ്ധം ജയിക്കുക എന്നുള്ളത് മാത്രമാണോ ഇദ്ദേഹത്തിന്റെ തീരുമാനം? അതും പറഞ്ഞാണോ ഇദ്ദേഹം രാവിലെ ഉണരുന്നത് ഇന്ന രാഷ്ട്രം എന്നും പറഞ്ഞുകൊണ്ട്? അപ്പൊ ഇതിനൊരു അമറടി വേണത്. അതാണ് ഏറ്റവും ആവശ്യം. ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ലോകത്തിന് സർവനാശാണ്. ഇവിടെ മാത്രമല്ല, എത്ര നമ്മളെ ജനങ്ങളവിടെ ബുദ്ധിമുട്ടിന്, എത്ര ആൾക്കാർ പോകാൻ ബുദ്ധിമുട്ടിന്. ഇവിടെ വിമാനത്താവളത്തിൽ ഉടനെ നിർത്തണം. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, ഇറാന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് മലനിരകളാൽ നിറഞ്ഞതാണ്. സമുദ്രനിരപ്പിനേക്കാൾ എത്ര ഉയർന്ന പീഠഭൂമികളാൽ നിറഞ്ഞത്. അവിടെ ഒരു കരയുദ്ധം, അതിവിശാലമായ രാജ്യം, അവിടെ ഒരു കരയുദ്ധത്തിന്റെ പരിമിതി ഇസ്രയേലിനും US-നും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ കരയുദ്ധത്തിന് ഇവരെ വെല്ലുവിളിക്കുന്നതും ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നതും. ഈ ഒരു യുദ്ധം ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണോ ഈ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത്? ഇത് യുദ്ധം എങ്ങനെ നിർത്തണം എന്ന് പോലും അമേരിക്കക്ക് അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് തന്നെ മാറി. കുറച്ചുകൂടി ഉറക്കെ പറയൂ. യുദ്ധം എങ്ങനെ നിർത്തണം എന്ന് തന്നെ അമേരിക്കക്ക് പിന്നെ അറിയാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം എന്തിനാണ് യുദ്ധം തുടങ്ങിയത്? യുദ്ധം തുടങ്ങിയത് അവിടുത്തെ കമ്പനീനെ മാറ്റാനാണ്. ഇപ്പോൾ കമ്പനിയുടെ മകനാണ് അടുത്ത മന്ത്രിയായി വന്നേക്കുന്നത്. അപ്പം ഈ യുദ്ധത്തിനും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പം അടുത്തത് ക്യൂബയെ രക്ഷിക്കാൻ വേണ്ടി പ്രസിഡന്റ് ട്രംപ് ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഇതേ പിടിച്ചെടുക്കുക. കാരണം ഇവിടെ വെനസ്വേലയിലെ ഇന്ധനങ്ങളെല്ലാം ഒരുവിധം അമേരിക്കയ്ക്ക് കിട്ടുന്ന രീതിയിലേക്ക് മാറി. അപ്പൊ ക്യൂബ, അപ്പൊ ഇന്ധനക്ഷാമം വരും. ഒരു ബിസിനസ്മാനാണ് അമേരിക്കൻ പ്രസിഡന്റ്. അപ്പം ഇന്ധനക്ഷാമം വരുമ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഈ ഇന്ധനം വാങ്ങാൻ ഈ അമേരിക്കയിൽ നിന്ന് ആശ്രയിക്കേണ്ട അവസ്ഥ കൂടി വരും. ആ അവസ്ഥ വരുമ്പോൾ ഇന്ധനക്ഷാമത്തിന്റെ പേരിൽ സാമ്പത്തിക ലാഭം ഇയാൾക്കുണ്ടാക്കാം. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തിന്റെ ആവശ്യത്തിനാണ് യുദ്ധം നടത്തുന്നത് അറിയില്ല. ഒരു രാഷ്ട്രത്തിന് ഒരു തീവ്രവാദി ആക്രമണങ്ങളെ ചെറുക്കാനാണെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അവിടുത്തെ രാഷ്ട്രത്തലവനെ മാറ്റാൻ വേണ്ടി അവിടുത്തെ ജനങ്ങൾക്കാണ് അവിടുത്തെ വേണ്ടത്. അല്ലാതെ പുറമേയുള്ള രാജ്യങ്ങൾ തീരുമാനിക്കുന്നത് ഇന്ന രാഷ്ട്രത്തിൽ ഞങ്ങൾ തീരുമാനിക്കുന്ന ആളായിരിക്കണം പ്രസിഡന്റ്. ഇതെന്താണ്
ഈ ലോക പോലീസായി നയിക്കുന്ന അമേരിക്ക തീരുമാനിക്കണം. ബാക്കിയുള്ള രാജ്യങ്ങളിലെ പ്രസിഡന്റും പ്രധാനമന്ത്രിയൊക്കെ ആവുന്നത് ഇന്ന ആളാണെന്ന് നമുക്കെന്നറിയാം. അമേരിക്ക ഈ ഇടയ്ക്ക് പ്രസ്താവിച്ചതാണ്, ഇന്ത്യയോട് ഞങ്ങൾ പറഞ്ഞു ഒരു മാസത്തേക്ക് നിങ്ങൾ ഇന്ധനം റഷ്യയോട് മേടിച്ചു. എന്താണ് സാർ, ചിന്തിച്ചു നോക്കൂ. എന്റെ വീട്ടിലെ കാര്യം മറ്റുള്ളവൻ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോ ലോക രാജ്യങ്ങളിലൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് അമേരിക്കയെ ചെറുക്കുകയാ വേണ്ടത്. ഇത് നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ ട്രംപിന്റെ അധീനതയിലേക്ക് വരികയും ചെയ്യും മറ്റുള്ള രാഷ്ട്രങ്ങൾ തീരുമാനിച്ചില്ലെങ്കിൽ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, ഈ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കരുത്തരായ രണ്ട് രാജ്യങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് പോരാടുന്നു, പക്ഷേ ഇപ്പോഴും ഇറാന് മേൽ ഇത്രയേറെ ആക്രമണം ഉണ്ടായിട്ടും ഇറാൻ വീഴാതെ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇറാനെ ഒരു കരയുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നൊക്കെ വളരെ കൃത്യമായി അമേരിക്കയ്ക്കും ഇസ്രയേലിനും അറിയാം. പക്ഷെ അവർ അതുകൊണ്ട് ഈ യുദ്ധാന്തരീക്ഷം നീട്ടിക്കൊണ്ടുപോയി ഇനി വിശാലമായി ചൈനയെ അടക്കം പ്രതിരോധത്തിലാക്കുക, അങ്ങനത്തെ രാഷ്ട്രീയ ഗൂഢാജണ്ടകളാണോ ഈ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഉള്ളത്? കരയുദ്ധത്തിൽ പിടിച്ചിരിക്കില്ല അമേരിക്ക. കാരണം ഇന്ത്യയുടെ ഭൂപ്രദേശമാണ് ഈ ഇറാൻ. ശക്തമായ പട്ടാള ഒരു ദിവസം പോലും പിടിച്ചിരിക്കില്ലല്ലോ. അതേസമയം ഇന്ത്യയുടെ അടുത്ത് നോക്കി, ഇന്ത്യയുടെ അടുത്ത് നടക്കൂല പരിപാടി. കരയുദ്ധത്തിൽ ഇന്ത്യയും ഈ ഇറാനൊക്കെ പോലെ ഭയങ്കര ശക്തമായി കരസേന. അവർ പല മലകളും ഈ തണുപ്പും വെയിലും കൊണ്ട് നല്ല ജീവനുള്ള പട്ടാളക്കാരല്ലേ. യുദ്ധം ചെയ്ത് നല്ല പരിചയമുണ്ട് രണ്ടുപേർക്കും. അത് കരയുദ്ധത്തിൽ പിടിച്ചിരിക്കില്ല. അത് അതൊക്കെ അറിയാം. അവർക്ക് ഭയങ്കര ആൾനാശം സംഭവിക്കും. അതുകൊണ്ട് കരയുദ്ധത്തിലേക്ക് അവർ ഒരിക്കലും വരാൻ സാധിക്കില്ല, അമേരിക്കയെ പിടിച്ചില്ല. അതാണ് സംഭവം. ശരി, ശ്രീ പ്രദീപിന്റെ വാക്കുകളാണ് പ്രധാനം. ഈ പടിഞ്ഞാറ് ഭാഗത്ത് സാഗ്രോസ് പർവ്വതനിരകളും വടക്ക് ആൽബോർസ് പർവ്വതനിരകളും എല്ലാം ചേർന്ന ഇറാന്റെ സവിശേഷമായ ഭൂപ്രകൃതി, അവിടേക്ക് ഒരു കരയുദ്ധത്തിൽ ഒരിക്കലും ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ വിജയിക്കാൻ കഴിയില്ല എന്ന്, അല്ലെങ്കിൽ അവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് യുദ്ധത്തിന് മുമ്പ് തന്നെ ഏറെക്കുറെ ഉറപ്പുള്ളതാണ് ഇരു രാജ്യങ്ങൾക്കും. ഇപ്പോൾ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുക, അല്ലെങ്കിൽ ആ അന്തരീക്ഷം നീട്ടിക്കൊണ്ടു പോകുക എന്നത് ഇരു രാജ്യങ്ങളുടെയും ഒരു ഗൂഢ അജണ്ടയുടെ കൂടി ഭാഗമാണോ ശ്രീ ചന്ദ്രൻ നായർ? ചന്ദ്രൻ നായർ, താങ്കൾക്ക് പറയാം. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾ പറഞ്ഞോളൂ. സാറേ, നമസ്കാരം സാറേ. നമസ്കാരം. അതായത് സാറേ, കുറുക്കന്റെ ബുദ്ധി അദ്ദേഹം ശരിയാവില്ല. അത് സൈക്കോളജിസ്റ്റാ സൈക്കാട്രിസ്റ്റാ നല്ല കാര്യമായിട്ട് പിടിച്ചിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്താൽ ശരിയാവും. അതായത് തീരെ ഞമ്മക്കൊരു ഇറുമ്പിനെ കൊല്ലാൻ വരെ നമ്മക്കെല്ലാം പേടിയാ. മനുഷ്യത്തുള്ള സാറിന് തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോ ഇത്രയും നികൃഷ്ടനായ ദുഷ്ടന്മാരെ ഈ എലക്ട് ചെയ്യുമ്പോ ഈ വോട്ട് കൊടുക്കുമ്പോ ജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കി ചെയ്യണം. അതായത് ഇത് സർവനാശത്തിന്, അതായത് ഇങ്ങനെയുള്ള ഈ ഗീഡിമേനായിട്ടുള്ള ഈ സ്റ്റബേൺ ക്യാരക്ടറിലെ കൂട്ടർ പ്രത്യേക ഒരു മൈൻഡാ. കുറുക്കനെ നമ്മൾ വീട്ടിൽ പോറ്റിയാൽ നിൽക്കൂല. എത്ര കാലം പോറ്റിയാലും നായിനെ വീട്ടിൽ പോറ്റിയാൽ നിർത്തും. അത് ഓരോരോ ജന്മവാസനയാ. ഇത് ശരിയാവൂല. ഇത് ഇങ്ങനെ പോകും. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളും ജനകീയ യുഎൻ ജനങ്ങളും ജനകീയ ഐക്യരാഷ്ട്രസഭയും ലോകരാഷ്ട്രസഭയും പരമോന്നത സുപ്രീം കോടതി ലോകത്തിന്റെ അതെല്ലാം തീരുമാനത്തിൽ ഇനിയൊരു യുദ്ധം പാടില്ല. അതായത് ജനങ്ങളെല്ലാം ഇങ്ങനെ നശിച്ചിട്ടില്ലേ നമുക്ക് കണ്ണെന്ന് കാണുന്നില്ല. ഞാനപ്പോ വളരെ വ്യക്തമാണ് ശ്രീ ദിവാകരൻ. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തും. ശ്രീ ശിവദാസൻ, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ യുദ്ധം അവസാനിക്കേണ്ടത് ലോകത്തിന്റെ അനിവാര്യതയായി നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴും അത് അവസാനിക്കുന്നില്ല. ഒരു ഭാഗത്ത് കരുത്തരായ അമേരിക്കയും ഇസ്രയേലും ഒക്കെയാണെന്ന് പറയുമ്പോഴും ഇറാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുകയാണ്. ഇറാനെ വീഴ്ത്താൻ അവർക്ക് ഇപ്പോഴും കഴിയുന്നില്ല. പക്ഷേ ലോകത്തിന് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് താനും. ഇതുതന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യവും. നമസ്കാരം. ആദ്യം ഇറാൻ പുതിയ അധികാരിക്ക് മുസ്തഫ അദ്ദേഹത്തിന് എന്റെ ആദ്യം നടക്കുക നിറഞ്ഞ അഭിവാദ്യങ്ങൾ. എനിക്ക് പക്ഷെ പുതിയ അധികാരി വന്നല്ലോ ഇറാഖിലേക്ക്. അദ്ദേഹത്തിന് ആദ്യം എന്റെ നന്ദി അറിയിക്കുന്നു. അദ്ദേഹം 100 ആയുസ് ഭൂമി കൊടുക്കട്ടെ. വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞില്ലേ കിരൺ സാറേ, ഈ അമേരിക്ക ഒരു കാരണമില്ലാതെ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു. ആ രാജ്യത്തിനെ ഉപദ്രവിക്കുന്നുണ്ട്. ആ രാജ്യത്തിനെ, ആ ജനങ്ങളെ, ലോകം ഒട്ടാകെയുള്ള ജനങ്ങൾ മനസ്സമാധാനമില്ല. കുടിക്കുന്ന വെള്ളത്തിൽ മനസ്സമാധാനമില്ല. ആഹാരം കഴിക്കാൻ മനസ്സമാധാനമില്ല. ഫോൺ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. TV കാണാൻ പറ്റുന്നില്ല. മക്കളെ വിളിച്ച് കാണാൻ പറ്റുന്നില്ല. അവർക്ക് അവിടെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. സൗദിയിലായാലും സൗദിയിലായാലും ബഹ്റൈനിലായാലും ദുബായിലായാലും എല്ലായിടവും അവർ ആക്രമിക്കുകയാണ്. എന്തിനു വേണ്ടി? ആണുബോംബ് അവിടെ നിലയെ ഉണ്ടെങ്കിൽ ഐക്യരാഷ്ട്രസഭയും മറ്റു രാജ്യങ്ങളും കൂടി ഒത്തിരി ചർച്ച ചെയ്ത് പോയി നോക്കട്ടെ. ഒന്നുമില്ലാതെ ഒരു രാജ്യത്തിലേക്ക് വേണ്ടി ഇങ്ങനെ അടിക്കാൻ എന്താ രീതി?
പിന്നെ ഇതോടുകൂടി അമേരിക്കയുടെ ഈ അഹംഭാവം ഉണ്ടായിരുന്നു. അമേരിക്ക ഓരോട് ഒരത്തിക്കളയുന്ന ഒരു സംസാരം ഉണ്ടായിരുന്നു. അങ്ങ് ഒരു നിമിഷം കൊണ്ട് ഭസ്മാക്കുമെന്ന് വിചാരം ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അത് മനസ്സിലായി. ഇറാന് തൊട്ടപ്പോ മനസ്സിലായി എന്താണ് ശക്തി എന്നും എന്താണെന്ന് വിലയെന്നും. പക്ഷെ ഒരു ന്യായവും ഒരു നീതിയും ഇല്ലാതെ കയറി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു രോഗാവസ്ഥകളും ഉണ്ടായിരിക്കുന്നതിൽ എനിക്ക് എന്താ ഈ ലോകം മൊത്തവും ജനങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ജനങ്ങളും അമേരിക്കയുള്ള ജനങ്ങൾ പോലും വർത്തിരിക്കുകയാണ്. കാരണം ഇങ്ങനെ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കാൻ നിവൃത്തിയില്ല. എന്തിനു വേണ്ടി ഏതിനും അറിയില്ല. അവിടെ ഇന്ത്യ ഗവൺമെന്റ് മിണ്ടുന്നുണ്ടോ? ചൈന മിണ്ടുന്നുണ്ടോ? റഷ്യ മിണ്ടുന്നുണ്ടോ? ഒരു രാജ്യവും മിണ്ടുന്നില്ല. ഒരു രാജ്യവും. അപ്പൊ എന്തുകൊണ്ട് ഈ ഐക്യസഭയുടെ സാധനം എന്തിനായിരിക്കുന്നത്? നമ്മളെല്ലാവരും പൈസ പിരിച്ചല്ലേ ഐക്യസഭയിലും ഓരോ കാര്യം നടത്തുന്നത്? എല്ലാവരും ജനങ്ങളെ പണമല്ലേ, നികുതി പണങ്ങളല്ലേ, അല്ല ഓരോരുത്തർ അച്ചടിക്കുന്ന പൈസയല്ല. ആരും മിണ്ടാതെ ഒരു രാജ്യത്തിന് വേണ്ടി ഫോറിൻ കൺട്രി, ഏഷ്യൻ കൺട്രിയെ മൊത്തം അടിച്ചു കൊല്ലാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിക്കൊണ്ടിരുന്നായിരിക്കുന്ന യു എ പ്രസിഡന്റ് സംസാരിച്ചു അമേരിക്കൻ പ്രസിഡന്റിനോട്. ഒരു മറുപടി അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതോട് അടിക്കട്ടെ, നമ്മൾ ലോകം നശിക്കട്ടെ, എന്താണെന്ന് വില കാണിച്ചു കൊടുക്കാം. അല്ല, അത്രേ ഉള്ളൂ. ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അമേരിക്കക്ക്. ഒരു ചുക്കും ചെയ്യാൻ നമ്മളെ എല്ലാ ലോകരാജ്യങ്ങളുടെ വില മൊത്തം പരിപൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന്, ഇറാഖിലുണ്ടാകുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഉണ്ടാവണം. ഓക്കെ സാർ. ശരി, ഓക്കെ. ശ്രീ ശിവദാസനാണ് പ്രതികരിച്ചത്. ശ്രീ പീതാംബരനാണ് പള്ളൂരുത്തിയിൽ നിന്നും. ശ്രീ പീതാംബരൻ, ഇത് യുദ്ധം അവസാനിക്കും, വലിയ ശക്തികളാണ്, അവരുടെ മുന്നിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ ആദ്യം ചില തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ അവസാനിക്കുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. ഇറാൻ പരാജയപ്പെടുമ്പോഴും ഇറാൻ വീണ്ടും ചെറുത്തു നിൽക്കുകയാണ്, ആ പോരാട്ടം തുടരുകയാണ്. ഇതിൻ്റെ എല്ലാം ആത്യന്തികമായി ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ലോകരാജ്യങ്ങൾക്കാണ്. പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഗൾഫ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ യുദ്ധക്കൊതിക്ക് പിന്നിൽ ആരാണ്? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. നമസ്കാരം കേട്ടോ. ഞാൻ യുദ്ധം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ബലം കൂടിയ ഒരാള് തീരെ അവശതയായ ഒരാളെ അടിച്ചൊതുക്കുന്നതും ഇതും തമ്മിൽ ഒരേപോലെയാണ്. കാരണം ആ ഒരു രാജ്യത്തിന് ഇസ്രായേലിനെ കൂടി അടിക്കട്ടെ, അവർ തമ്മിൽ അടിച്ചിട്ട് ഇവിടെ അമേരിക്കക്ക് എന്താ കാര്യം ഇതിൽ? അപ്പോൾ അമേരിക്ക എല്ലാ രാജ്യങ്ങളിലും ഞാനായിരിക്കണം. ഒരു എട്ടുകാരി പമ്മുങ്ങിന്റെ രൂപത്തിൽ ട്രംപ് മാറിയിരിക്കുന്നു. ഞാൻ പറയുന്ന പോലെ എല്ലാവരും അനുസരിക്കണം. പക്ഷെ അത് യാതൊരു കാരണവശാലും ലോകരാഷ്ട്രങ്ങൾ സമ്മതിക്കരുത്. ഒന്നിച്ചെന്ന് പറഞ്ഞാൽ നിർത്താവുന്നേ ട്രംപ് നിർത്തും. തോൽവി എന്താണെന്ന് അറിയുമോ? ഇപ്പോ ഈ ചെറിയൊരു രാജ്യമാണ്. അവരടിച്ചാൽ ഈ ഇസ്രായേലിനെ കൂടെ കൂടുന്ന അവർക്ക് ബലം കൊടുക്കരുത്. അത് പാടില്ല എന്നാണ് ട്രംപ് പറയേണ്ടിയിരുന്നത്, മാന്യത ഉണ്ടെങ്കിൽ. അപ്പൊ ഈ ഒരു സ്ഥിതിയിൽ നമ്മൾ അമേരിക്കയെ തള്ളി പറയേണ്ട എല്ലാ രാജ്യങ്ങളും തീർച്ചയായിട്ടും ഇപ്പോൾ വിലക്കയറ്റം കണ്ടാ നമുക്ക്. നമ്മുടെ പ്രധാനമന്ത്രിയും ഈ പറഞ്ഞ പോലെ എന്നെ അവിടെ നിന്ന് വാങ്ങിക്കാൻ നമ്മ പറയേണ്ടതിന് ഒരു ആദ്യം പറയണ വായാണ് കോളാമ്പിയായി മാറി മോദി അമേരിക്കയുടെ. എന്തുകൊണ്ട് പറയണ്ടേ? പാടില്ല, യുദ്ധം പാടില്ല, ഞങ്ങൾക്ക് ഇവിടെ വിലക്കയറ്റം ഉണ്ടാവുന്നു, എന്നെ ഞങ്ങൾക്ക് എടുക്കാനുള്ള അവകാശമുണ്ട്, എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാനല്ല, കരാറുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് പാടുള്ളൂ എന്നാണ് ട്രംപ്. അപ്പൊ ഒരിക്കലും എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ അമേരിക്കക്കെതിരെ പോരാടണമെന്നാണ് എന്റെ അഭിപ്രായം. അതാണ് ചെയ്യേണ്ടത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, ഈ യുദ്ധം അവസാനിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. പക്ഷേ അത് ഇപ്പോഴും നീണ്ടുപോവുകയാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഇതിപ്പോ ഇസ്ലാമിക ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി നോക്കുന്ന ആളുകളെ മുൻകൂട്ടി തടയുക, അല്ലാതെ വേറെ ഒന്നുമല്ല ലക്ഷ്യം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ മൊത്തം നിങ്ങൾ നോക്കോ, ഈ മുസ്ലിം സഹോദരന്മാർ എല്ലാ ആൾക്കാർക്കും ഈ ഇറാന്റെ അവസ്ഥ കണ്ടു നോക്കുമ്പോൾ വളരെ വളരെ വിഷമത്തിൽ അവരെ മുഖത്ത് നോക്കുമ്പോൾ കുടുംബത്തെ ആരോ മരണപ്പെട്ട പോലത്തെ അവസ്ഥയാണ്. പക്ഷെ ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഞാൻ പരസ്യമായിട്ട് ഞാൻ നാട്ടിൽ പുറത്ത് കേൾക്കുന്ന ഭാഷയാണ്, അവരൊക്കെ ഭാഷയിൽ യുവന്മാരെ തകർത്തേ പറ്റൂ, യുവന്മാരെ ഇനി വിടാൻ പാടില്ല എന്ന് പിന്തുണക്കുന്ന ആൾക്കാരാണ് 90% ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും. അപ്പൊ അതിനകത്തൊരു സംശയം, ഈ ഇറാനിലെ ഷിയ വംശജരും ബാക്കിയുള്ളിടത്ത് സുന്നി വംശജരും ഒക്കെ ആയിട്ടുള്ള സ്പ്ലിറ്റ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കലഹത്തിന്റെ ആഴമൊക്കെ അതിലും എത്രയോ വലുതാണ്. അപ്പോൾ അതിനകത്ത് ഈ ആകെ എല്ലാവരും മുസ്ലിമാണ് എന്നൊക്കെ പറയുന്നവരിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലല്ലോ, ഇപ്പൊ അത് ഞാൻ ഈയിടെ പറഞ്ഞത്, ഇപ്പൊ സുന്നികള് ഇന്ത്യയിലുള്ള സുന്നികളാണ് കൂടുതലുള്ളത്. ഈ സുന്നികള് ബദ്ധശത്രുവാണ് ഷിയ മുസ്ലിങ്ങള്. അപ്പൊ ഷിയാക്കളും അഹമ്മദികളും ജമാഅത്തുകളും മുജാഹിദുകളും എല്ലാം ഈ സുന്നികളെ ശത്രുക്കളാണ്. പക്ഷെ കാര്യത്തിൽ അന്തിയോടെടുക്കുമ്പോൾ മാങ്ങേന്റെ പുളി അറിയും. ഇത് ശരിക്കും പറഞ്ഞ് ഞാൻ ഈയിടെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ മറ്റ് ഗൾഫ് മേഖലയിലേക്കുള്ള രാജ്യങ്ങളും ഇറാനുമായിട്ടുള്ള ബന്ധം അതിപ്പോൾ തന്നെ ഉണ്ടായ ഒരു മോശമായ അവസ്ഥയല്ലല്ലോ. അത് അവർ എത്രയോ കാലമായി അവിടെ ഈ ഷിയ സുന്നി വിഷയങ്ങളൊക്കെ അതിശക്തമായി തന്നെ ഉള്ള രണ്ട് രാജ്യങ്ങളാണ്.
അല്ല ഞാൻ ചോദിക്കട്ടെ കിരൺ ബാബു, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് ഇപ്പൊ ഷിയാക്കളായ ഇറാൻകാരോട് എന്താ താങ്കൾ ഈ പറയുന്ന പോലെ കേരളത്തിലെ ഹിന്ദുക്കളെല്ലാവരും ക്രിസ്ത്യാനികളെല്ലാവരും ഇറാൻ തകരണമെന്നോ അല്ലെങ്കിൽ അവിടെ ഇസ്രായേൽ ജയിക്കണമെന്നോ ആഗ്രഹിക്കുന്നവരാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ വിരുദ്ധമായ അഭിപ്രായമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഉക്രൈനോട് ഇല്ലാതെ സ്നേഹം എന്തിനാ ഇറാനോട് കൂടുതൽ കേൾക്കുന്നത്? ഉക്രൈനോട് കാണിക്കാതെ ഉക്രൈൻ ഈ കാലം 4 കൊല്ലമായിട്ട് എത്ര ആൾക്കാരാണ് മരിച്ചു കൊടുക്കുന്നത്? ഈ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് യാതൊരു സംഘടനയില്ലല്ലോ. അപ്പൊ ഇത് ശരിക്കും മറ്റവര് ഈ മോദിനെ കൃത്യമായിട്ട് ധരിപ്പിച്ചിട്ടുണ്ട്. മോദി അവിടെ പോയിട്ട് 3ാമത്തെ ദിവസമാണ് സംഭവം നടക്കുന്നതിന് മുമ്പ് രാഹുൽ കൃത്യമായി കെട്ടിപ്പിടിച്ചുകൊണ്ട് ശരി പറഞ്ഞില്ല, മോദി ഇന്ന് എന്റെ പോലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഒന്നും മിണ്ടാണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അതിനാ മോദി മിണ്ടാണ്ടിരിക്കുന്നത്. ഇതൊക്കെ സിൻഡിക്കേറ്റ് കമ്പനിയാണെന്നത്. ഭൂരിപക്ഷ രാജ്യങ്ങൾക്കും ഇവർ ലോകത്തിൽ 2 കൂട്ടരാണ്. ഒന്ന് ക്രിസ്ത്യാനികളും ഒന്ന് ഇസ്ലാമിസ്റ്റുകളും. ഇവർ 2 കൂട്ടർക്ക് ആദ്യത്തെ സ്ഥാപിക്കാനുള്ള ഒരു യുദ്ധമാണ് ഇത്. ഇപ്പൊ ഒന്നും നിൽക്കൂല ബാബു. ശ്രീ ദാസൻ, അത് താങ്കൾ ഈ പറയുന്നതിനകത്ത് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികളെന്ന് പോലും പറയാൻ കഴിയില്ല. അങ്ങനെ ആണെങ്കിൽ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ എങ്ങനെയാണ് യോജിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഈ മുസ്ലിം എന്നുള്ളൊരു വിശാല ഐഡന്റിറ്റിയിൽ ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ യോജിക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇതിനകത്തെല്ലാമുള്ള ഉൾപ്പിരിവുകളും ഇതിൽ തമ്മിലുള്ള വലിയ കലഹങ്ങളും യുദ്ധങ്ങളുടെ വലിയ ചരിത്രങ്ങളും ഒക്കെ ഇല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് അത് അവർ മുസ്ലിം രാജ്യം മറ്റേത് ക്രിസ്ത്യൻ രാജ്യം, അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഒന്നിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നതിൽ കാര്യമുണ്ടോ? ശത്രുമിത്രം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഇത് തന്നെ കിരൺബാബുവിന്റെ ഉള്ളില്. അങ്ങനെയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ മിത്രമാവേണ്ടത് ഇസ്രയേലോ അമേരിക്കയോ ഒക്കെ അല്ലേ? അവരുടെ ശത്രുപക്ഷത്തിൽ നിൽക്കുന്ന ഇറാനെതിരെ ആക്രമണം നടത്തുമ്പോൾ അല്ല, ഈ ഇസ്രായേലും അമേരിക്കയും ചിന്തിക്കുന്നത് മുസ്ലിങ്ങൾ വേർന്നു വരാൻ പാടില്ല, കുറച്ചു കാലം കഴിയുമ്പോൾ അള്ളാഹിനെ രാജാക്കാൻ അവർ ശ്രമിക്കും, അതിന് മുൻകൂട്ടി തടയിടുക, അതെന്നെ ഒരു ലക്ഷ്യം. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും ലോകത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇതിലൊക്കെ ഒരുപാട് ഉൾപ്പെടെയുണ്ട്. ശ്രീ മെഹബൂബാണ് പട്ടാമ്പിയിൽ നിന്ന്. ശ്രീ മെഹബൂബ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ KG കുമാർ, താങ്കൾക്ക് പറയാം. ഹലോ, പറഞ്ഞോളൂ. അല്ല, ഈ ഇറാന്റെ കയ്യിൽ ആയുധങ്ങളെല്ലാം കുറച്ചുണ്ടല്ലോ, ആയുധങ്ങളെല്ലാം കുറച്ചുണ്ട്. വീഴ്ത്താനാവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് സമയം പിടിക്കും. പക്ഷെ എന്തായാലും അവരുടെ വേൾഡ് ട്രേഡ് സെന്ററൊക്കെ പണ്ട് ആക്രമിച്ച ആ വൈരാഗ്യം എന്തായാലും അമേരിക്കക്കാർക്ക് കാണുമല്ലോ. ഭരണാധികാരി മാറി മാറി വരുന്നെങ്കിലും അമേരിക്കയിൽ അന്ന് ഇവർ കാണിച്ചത് കാര്യം ചെയ്തത് ബിൻ ലാഡൻ ആണെങ്കിലും സൗദി അറേബ്യ സുന്നി ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും ഈ ബിൻ ലാഡൻ എന്ന് പറയുന്ന ആള് ഷിയയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഖമേനിയുടെ അനിയനായിട്ട് വരും ഈ ബിൻ ലാഡൻ. പിന്നെ മാത്രവുമല്ല, ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 2047 ഇന്ത്യ ഉൾപ്പെടെയുള്ള 27 രാജ്യങ്ങൾ ഒന്നിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാൻ ഇസ്ലാമിക് കൺട്രിയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അത് അതിന്റെ ഒരു പാൻ ഇസ്ലാമിക് കൺട്രി ഇറാന്റെ നേതൃത്വത്തിൽ, ഇറാന് സ്വന്തം തൊട്ടടുത്ത് കിടക്കുന്ന മുസ്ലിം രാജ്യങ്ങളുമായി പോലും ബന്ധമില്ലാത്ത ഒരു രാജ്യം, അവരുമായി കടുത്ത ശത്രുതയിലും കടുത്ത ആശയവ്യത്യാസത്തിലും ഒക്കെ നിൽക്കുന്ന ഒരു രാജ്യം, ഈ പാൻ മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ യോജിക്കാൻ കഴിയുന്ന 2 വിഭാഗങ്ങളാണോ ഈ പറയുന്ന സുന്നികളും ഷിയയും ഒക്കെ? അതൊന്നും അല്ലല്ലോ. പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നില്ല, എന്താണ് അർത്ഥം? ഇത് ഒരുമാതിരി കേരളത്തിൽ ഇരുന്ന് നമുക്ക് അവരും മുസ്ലിം ഇവരും മുസ്ലിം എന്നൊക്കെ പറയല്ലേ, ഹിന്ദുക്കൾ പറയുന്ന പോലെ അവരെല്ലാം ഹിന്ദുക്കൾ, അങ്ങനെയൊക്കെ ഹിന്ദുക്കൾ പറഞ്ഞാൽ 2 ജാതി വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ആ ജാതി വിഭാഗം നമ്മൾ കടുത്ത പോരാട്ടം നിൽക്കുകയാണെങ്കിൽ അവർ വിശാലാർത്ഥത്തിൽ ഹിന്ദു ആണെന്നൊക്കെ പറഞ്ഞതിൽ വല്ല അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ മുസ്ലിം എന്ന് പറയുന്നതിലുള്ള കാര്യവും അല്ല, ഹിന്ദുക്കളുടെ കണക്കല്ല. ഇവര് ഈ ഷിയയും സുന്നിയും മുജാഹിദും ഒക്കെ ആണെങ്കിലും കാര്യത്തോടടുക്കുമ്പോൾ അവർ ഏത് കാര്യത്തോടെടുത്തപ്പോഴാണ് KG കുമാർ അങ്ങനെ എന്താണ് താങ്കൾ അങ്ങനെ പറയാം? താങ്കളുടെ ഒരു വിശദീകരണം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് കാര്യത്തിലാണ്? എത്രയോ കാലമായി ഇറാനും ഈ പറയുന്ന രാജ്യങ്ങളും ഒക്കെ നല്ല ബന്ധം നഷ്ടപ്പെട്ടു പോയിട്ട് ഇവർ തമ്മിലുള്ള ഷിയ സുന്നി കലാപങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഒക്കെ എത്രയോ ചരിത്രം ലോകത്തിനുണ്ട്. പിന്നെ എങ്ങനെയാണ് താങ്കൾ പറയുന്നത് കാര്യത്തോടടുക്കുമ്പോൾ അടുക്കുമെന്ന് പറഞ്ഞാൽ? കാര്യത്തോടടുക്കുമ്പോൾ ഏതെങ്കിലും വിഭാഗങ്ങളൊക്കെ അടുക്കാൻ കഴിയുമോ? അല്ല, ഇപ്പൊ പിന്നെ യമനിലെ ഷിയ ഹൂതികൾ ഇടയ്ക്കിടയ്ക്ക് സൗദി അറേബ്യയിലോട്ട് മിസൈൽ ഇടയ്ക്കിടയ്ക്ക് വിടാറുണ്ട്. സംഗതി ശരിയാണ്. പക്ഷെ അവര് ഈ ആഗോള തലത്തിലുള്ള ഇത് വരുന്നുണ്ടെങ്കിൽ അവര് ഒറ്റക്കെട്ടാണ്. അപ്പം ഏത് സംഭവത്തിലാണ് അങ്ങനെ ഒരു ഒറ്റക്കെട്ടായി നിന്ന് ഒരു താങ്കൾ തന്നെ പറയും? ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇറാനെതിരെ ഈ രാജ്യങ്ങൾ ആക്രമിച്ചപ്പോൾ ഗൾഫ് രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഇറാന് പിന്നിൽ ശക്തി കൊടുത്തെങ്കിൽ ഈ പറയുന്ന അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അവിടെ കയറി തൊടാൻ കഴിയുമോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു പിന്തുണ പോലും അവർ ആരും കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾ ഈ പറയുന്നത്? ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം UAE ആയാലും സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, പിന്നെ ഒമാൻ, ഈ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അവര് വേറൊരു മെന്റാലിറ്റിയിലാണ്. പിന്നെ ഏതാണ് താങ്കൾ ഈ പറയുന്ന വിശാല മുസ്ലിം രാജ്യങ്ങൾ ഏതൊക്കെയാണ് പറയുന്നത്?
പക്ഷെ അവിടെ ഈ പറയുന്ന ഗൾഫ് ഈ എമിറേറ്റ്സിലായാലും മറ്റ് ഗൾഫ് കൺട്രികളിലായാലും ശരി തന്നെ അവിടുത്തെ മൊത്തം എല്ലാ രാജ്യത്തെയും കൂടെ ജനസംഖ്യ നോക്കിയാലും വളരെ കുറച്ച് ജനസംഖ്യയല്ല ഉള്ളത്. അതല്ല എന്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. താങ്കൾ പറഞ്ഞത് എന്തോ ഒരു വിശാലമായ മുസ്ലിം അജണ്ടയാണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ആ മുസ്ലിം ഐക്യത്തിലേക്ക് കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ ഒന്നിക്കുമെന്നൊക്കെ പറഞ്ഞ് ആ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒന്നിക്കുന്നില്ല എന്നുള്ളതല്ലേ ലോകത്തെ യാഥാർത്ഥ്യം? അല്ല, ഒന്നിക്കരുത് കാര്യം ഒരു കാരണവശാലും ഒന്നിക്കരുത് എന്ന് അതാണ് ഇസ്രായേലും അമേരിക്കയും ഒരു മുഴം മുമ്പേ എറിയുവാണ് അവര്. മാത്രമല്ല ഇപ്പൊ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചത് അവർക്കറിയാമല്ലോ, അതേപോലുള്ള അനുഭവങ്ങൾ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചിട്ട് അതിനെതിരെ വലിയ പോരാട്ടമൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ ആ രാജ്യത്തെ ഭരിക്കുന്ന ആരാണെന്ന് അറിയാമല്ലോ. അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന അതെ. ഈ ഷിയാഹൂദികള് ഈ യമൻ ആദ്യം നല്ല ഒരു രാജ്യമായിരുന്നു. അവര് താങ്കള് ആ വിഷയത്തിൽ നിന്ന് കുമാർ ജിൽസൺ ആണ് കോഴിക്കോട്. ജിൽസൺ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ലോക സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഇറാൻ എന്നെ വീഴ്ത്താനാവുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പിന്നീട് പറയാം. ആദ്യം ഇതൊരു ആക്സിസ് ഓഫ് ഈവിലാണ്. അതായത് ഇറാൻ, നോർത്ത് കൊറിയ, അങ്ങനെ അവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ജനാധിപത്യത്തിലൊന്നും അവർ വിശ്വസിക്കുന്നില്ല. അവരുടെ ഇറാന്റെ ലക്ഷ്യം ഒരു പണ്ടത്തെ ആ ഒരു പേർഷ്യൻ സാമ്രാജ്യം പോലെ ഒരു സാമ്രാജ്യം, അതായത് തുർക്കിനെ അവർക്ക് കീഴ്പ്പെടുത്താനാവില്ല എന്ന് അവർക്കറിയാം. അപ്പൊ തുർക്കി ഒഴികെ സൗദി അറേബ്യ, ഖത്തർ, ഈ അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇതിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഈ അമേരിക്ക ഈ ന്യൂക്ലിയർ ബോംബുകൾ തകർക്കാതെ വിട്ടിരുന്നെങ്കിൽ അത് ഒരു പക്ഷേ ഒരു 2-3 വർഷത്തിനുള്ളിൽ അവർ ഓൾറെഡി 5000 കിലോമീറ്റർ പോകുന്ന മിസൈൽ ഓൾറെഡി അവര് ആക്കി കഴിഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് അറിയാലോ 5000 കിലോമീറ്റർ. സംശയം ചോദിച്ചോട്ടെ, ഈ ലോകത്തെ ആകെയുള്ള ആണവായുധങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ള ആയുധം വയ്ക്കുന്നത് ഇപ്പോഴും അമേരിക്കയുടെ കയ്യിലാണ്, മറ്റൊരു ഭാഗം നിൽക്കുന്നത് ഇസ്രയേലിന്റെ കയ്യിലാണ്. ആ രാജ്യങ്ങൾ ഉണ്ടാക്കാത്ത ഭീഷണി ആണവായുധം പോലും സ്വന്തമായി ഇറാൻ. ഈ അമേരിക്ക ലോകത്ത് രാജ്യങ്ങളെല്ലാം പോയി ഉണ്ടാക്കിയ നാശനഷ്ടം പോലെ, ലോക രാജ്യങ്ങളെല്ലായിടവും പോയി അവരുണ്ടാക്കിയ കുഴപ്പം പോലെ ഇറാൻ ലോക രാജ്യങ്ങൾ എവിടെയും പോയി കുഴപ്പമുണ്ടാക്കിയ രാജ്യമല്ല. അവരുടെ രാജ്യത്തിലെ കുഴപ്പങ്ങൾ ഉണ്ടായി കാണും, പക്ഷേ മറ്റുള്ളവരെ ഒന്നും പോയി കുഴപ്പമുണ്ടാക്കിയ രാജ്യമല്ല. പിന്നെ താങ്കൾ എന്തിനാണ് ഈ അമേരിക്കയെ പേടിക്കാതെ ഇറാനെ പേടിക്കുന്നത്? അല്ല, അമേരിക്കയെ പേടിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക എന്ത് പറഞ്ഞാലും ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. പക്ഷെ അവർ ചെയ്യുന്ന ലോകത്ത് എവിടെയും പോയി ചെയ്യുന്നതിനകത്ത് ഏതെങ്കിലും നീതീകരണം ഉണ്ടോ? അതല്ല, ട്രംപ് വന്നപ്പോ കുറച്ചൊരു ഒരു ഫാർ റൈറ്റ് എന്ന് പറയാം, അതിലേക്ക് പോയി അവര് കുറച്ചും കൂടെ അവരുടെ കാര്യങ്ങള് അതായത് പ്രവൃത്തിയിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളാണ്. മുൻ പ്രസിഡന്റുമാർക്ക് ചെയ്യാൻ ധൈര്യമില്ല, ചങ്കൂറ്റുണ്ടായിരുന്നില്ല. പുള്ളി അത് എന്താണ് ശ്രീ ജിൽസൺ ധൈര്യവും ചങ്കൂറ്റവും എന്നൊക്കെ പറയുന്നത്? ലോകത്ത് എനിക്ക് ശക്തി ഉണ്ടെന്ന് കരുതി ഞാൻ എന്നെക്കാൾ ദുർബലനായ എന്റെ അയൽക്കാരനെ പോയി അടിച്ചിടുന്നതിലാണോ ശക്തി കാണിക്കുന്നത്? അത് ശക്തിയല്ല, അത് ഭീരുത്വമാണ്. അതല്ലെങ്കിൽ വീരത്വം അല്ലെങ്കിൽ പറയാം തെരുവ് ഗുണ്ട എന്നൊക്കെ പറയുന്ന സ്റ്റൈലിൽ അതിനപ്പുറത്തേക്ക് എന്താണ്? അതിനെന്താണ് നമ്മൾ ഒരു അഭിനന്ദിക്കേണ്ട ഏത് വശമാണുള്ളത്? ഇത് നിങ്ങൾ പറയുന്നതിലെടുത്ത് നിൽക്കുന്ന സാറ് പറയുന്നതോട് നിൽക്കുന്ന കാര്യമല്ലായിരുന്നു. അത് നമുക്കതിപ്പോ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അതായത് അവരൊരു ടെഹ്റാനിലെ ക്ലോക്ക് ഉണ്ട്, 2047 ഉന്മൂലനം ചെയ്യാണ് ഇസ്രായേൽ എന്ന രാജ്യത്തെ. അതാണ് അവരുടെ അജണ്ട. അപ്പൊ അത് അവർ നടപ്പിലാക്കുകയും ചെയ്യാം. 2047 രാജ്യം പാവപ്പെട്ട ഗസയിൽ എത്ര ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ കൊന്നൊടുക്കി, കഴിഞ്ഞ കാലത്ത് എത്ര കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി. അവർ ചെയ്ത ക്രൂരതയൊന്നും ഇറാൻ വേറെ ഒരു രാജ്യത്ത് പോയി ചെയ്തിട്ടില്ലല്ലോ. ഇസ്രായേൽ ചെയ്ത പോലെ ക്രൂരത ഇറാൻ ഏതെങ്കിലും രാജ്യത്ത് പോയി അവിടുത്തെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ചെയ്തിട്ടുണ്ടോ? അവരിപ്പോഴും ഗതി കെട്ടപ്പോഴാണ് അടുത്ത രാജ്യങ്ങളെ പോലും ആക്രമണം നടത്തുന്നത്. ഇഷ്ടം പോലെ അത് നിങ്ങൾ ഒന്ന് ചരിത്രം അവര് ചെയ്യുന്നത് ഡയറക്റ്റ് അല്ല. അവര് ഹിസ്ബുള്ളനെ ഉപയോഗിച്ചിട്ട് അവര് അർജന്റീനയിൽ ഇസ്രായേൽ എംബസി ബോംബിട്ട് തകർത്ത് വർഷങ്ങൾക്ക് മുന്നേ അവർ ചെയ്തിട്ടില്ലേ? പിന്നെ അവര് ഒരു ജെറ്റ് ഇവിടേക്ക് കൊണ്ടുപോയില്ലേ, യുഗാണ്ടയിലേക്ക് കൊണ്ടുപോയില്ലേ, നമ്മുടെ ഇദിയാമീൻ ഭരിക്കുന്ന കാലത്ത്. എന്നിട്ട് ഇസ്രായേൽ അവിടുത്തെ 180ഓളം പാസഞ്ചേഴ്സിനെ അവിടെ ഒരു സംശയം താങ്കൾ തന്നെ പരിശോധിച്ച് നോക്കൂ. കഴിഞ്ഞ ഒരു 10 വർഷം മാത്രം എടുക്കാം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇസ്രായേൽ ലോകരാജ്യങ്ങളിലെ ആളുകളെ കൊന്നൊടുക്കിയതിന്റെ കണക്ക്, ഇറാൻ നടത്തിയ ആക്രമണം ഏതെങ്കിലും തരത്തിൽ താരതമ്യമുണ്ടോ? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് എവിടെയും പോയി കൂട്ടക്കുരുതി നടത്തുന്ന ഒരു രാജ്യം, അതും ഇറാനുമായി നിങ്ങൾ എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുന്നത്? മറ്റേ ഇത് അങ്ങനെയല്ല. ഇത് ഞാൻ പറയട്ടെ, ഒരു രാഷ്ട്രം തനിച്ചാണ്. ഇസ്രായേൽ ഇല്ലായിരുന്നെങ്കിൽ ഈ അറബ് രാഷ്ട്രങ്ങളും ഇറാനും കൂടെ അത് ഇല്ലാതായനെ. അതിപ്പോ ഇന്നും പിടിച്ചു നിൽക്കുന്ന അവരൊരു പ്രത്യേക ഒരു എന്താ പറയാ, അവരുടെ ചങ്കൂറ്റം ഒരു വേറെ ലെവലാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്റെ ഒരു ചെറിയ സംശയം കൂടി,
ഈ ഇറാന്റെ അങ്ങനെയാണെങ്കിൽ ഇറാന്റെ പക്കൽ അവർ ഈ ലോകത്തിന്റെ രാജ്യങ്ങളിലൊക്കെ പറഞ്ഞത് കേട്ട് അവർ ആണവ ആയുധങ്ങളിലേക്ക് നീങ്ങാതെ കരാറൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം അവർ ആണവായുധം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇറാനെ തൊടാൻ ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ ധൈര്യം വരുമായിരുന്നു? ഇല്ല, വരില്ലായിരുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ സമാധാനം, ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി അവർ ആയുധം ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ഇന്ന് അവർ അനുഭവിക്കുന്നു. ആയുധം ഉണ്ടാക്കിയവരുടെ പക്ഷത്താണ് നീതി, അവരാണ് ശക്തന്മാരെന്നൊക്കെ താങ്കൾ അവകാശപ്പെടുകയും ചെയ്യുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം 60% ഇനി 80% എത്താൻ അധികം സമയം വേണ്ട. എനിക്ക് തോന്നുന്ന ഒരു 1-2 മാസങ്ങൾക്കുള്ളിൽ വെപ്പൺസ് ഗ്രേഡിലേക്ക് പോയി ഒരു ബോംബ് ഇടാനുള്ള ഇതിലേക്ക് വന്നു കാര്യങ്ങൾ. ഇസ്രായേൽ വന്നാൽ എന്താണ് കുഴപ്പം? വരാൻ പാടില്ലല്ലോ. അത് ഇങ്ങനെ ഇസ്രയേലിന്റെ പക്ഷത്തിരിക്കുന്ന ആയുധങ്ങളും അമേരിക്കയുടെ പക്ഷത്തിരിക്കുന്ന ആയുധങ്ങളും ഒക്കെ അവർ നിർവീര്യമാക്കണ്ട, അതൊന്നും അവർ ചെയ്തിട്ടില്ലല്ലോ. അല്ല, അത് നിർവീര്യമാക്കാൻ ഇനി പറ്റില്ല. അത് നിർവീര്യമാക്കാൻ സാധ്യത, അതിനുള്ള സാധ്യത എനിക്ക് അറിഞ്ഞൂടാ. സയന്റിസ്റ്റ് അല്ല. പക്ഷെ ഈ പാകിസ്ഥാന്റെ കയ്യിൽ ഇരിക്കുന്ന പോലെയാണ് ഇവരുടെ കയ്യിൽ ഇരുന്നാല്. അപ്പം യാതൊരു എന്താണ് ചെയ്യേണ്ട, ഏത് സമയത്ത് എന്ത് ചെയ്യണം, ജനങ്ങൾ എന്ത് ചെയ്യണം, ഇതെടുത്ത് ഉപയോഗിച്ചാൽ ഇസ്രയേലുകാരും അമേരിക്കക്കാരും അല്ലേ അന്യ രാജ്യത്തെ ഭരണാധികാരിയെ തൂക്കിയെടുത്തുകൊണ്ട് സ്വന്തം രാജ്യത്ത് കൊണ്ടുവരിക, മറ്റൊരു രാജ്യത്തെ ഭരണാധികാരിയെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തന്നെ അവരെ കൊലപ്പെടുത്തുക, ഇതെല്ലാം ചെയ്യുന്നത് എത്രയും വലിയ വൃത്തികേടുകളൊന്നും ഈ ചെറിയ രാജ്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ, ലോകത്തിന് മുഴുവൻ ദോഷം വരുന്ന ഒരാളാണ് അത് ഫിനിഷ് ചെയ്യുന്നതിൽ എന്താ ലോകത്തിന് മുഴുവൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ ദോഷം വരുത്തുന്ന ആൾ ഖമനേ അല്ലല്ലോ. ഖമനയേക്കാൾ ദോഷം വരുത്തിയ ആളല്ലേ ഈ പറയുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എത്രയോ അമേരിക്കൻ ആളുകളെ കൊന്നിട്ടുണ്ടെന്നുള്ളതിന്റെ കണക്ക് ആരാണ് കൂടുതൽ? ഞാൻ ഇറാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നോ, ഇറാൻ നല്ല രാജ്യമാണെന്നോ, ഇറാൻ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന രാജ്യമാണെന്നോ ഞാൻ പറയുന്നില്ല. അവർ ഈ പറയുന്ന പല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഇതൊക്കെ സഹായം ചെയ്തിട്ടുള്ള രാജ്യമാണ്. പക്ഷെ അവർ ചെയ്തതിന്റെ 1000 മടങ്ങെങ്കിലും മോശപ്പെട്ട പ്രവർത്തി ചെയ്തിട്ടുള്ള രാജ്യങ്ങളാണ് അമേരിക്ക. അത് നോക്കിയിട്ട് കാര്യമില്ല സാറേ. അത് അവർക്ക് അവരൊരു ആഗോള ഡെമോക്രാറ്റിക് ശക്തിയാണ്. അപ്പൊ ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് അവർ വളർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ള രാജ്യങ്ങൾ ഓയിൽ എണ്ണ ഖനനം ചെയ്യാൻ പറ്റുന്നവർക്ക് ഖനനം ചെയ്യാൻ, അവരുടെ ശക്തന്മാരുടെ എണ്ണ ഖനനം ചെയ്യാൻ ലോകത്തിലെ പല രാഷ്ട്രങ്ങളിലും കഴിയാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് എണ്ണ ഖനനം ചെയ്ത് ആ രാജ്യത്തിനും കൂടി ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന പണി ചെയ്യുന്ന ആൾക്കാരാണ് അവര്. അപ്പൊ പിന്നെ അവർ അതിൽ നിന്നൊരു ഓഹരി എടുക്കും. ശരി, ഓക്കെ, എന്തായാലും കൊള്ളാം താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ വർഗീസ് ആണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ വർഗീസ്, താങ്കൾ എങ്ങനെയാണ് ഈ ലോക സാഹചര്യങ്ങളെ വിലയിരുത്തുക? അതെ, ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഇരട്ട ചോദ്യം ചോദിക്കാവുള്ളൂ. അതായത് റഷ്യ ഉക്രൈനെ അടിച്ചത് ഏത് രീതിയിലാണ്? അതിന്റെ ഒരു ഉത്തരം പറയാമോ? റഷ്യ യുക്രൈനെ 4 ദിവസം കൊണ്ട് അടിച്ചു തീർക്കുമെന്ന് പറഞ്ഞ് പോയത് ഇതുവരെ വർഷം 3 കഴിഞ്ഞ് ഇതുവരെ അടിച്ചു കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു വിജയം ഉണ്ടാക്കാൻ കഴിയാതെ ഇപ്പോഴും യുദ്ധം തുടരേണ്ടി വരുന്ന അവസ്ഥയാണ്. അന്ന് പോയ ഘട്ടത്തിലൊക്കെ എന്താണ് എല്ലാവരും പറഞ്ഞത്? അവരുടെ ടാങ്കർ 40 കിലോമീറ്റർ നീളമുള്ള അവരുടെ ആയുധം എന്തോ ആ ഒരു വ്യൂഹത്തിന്റെ പേര് ഞാൻ മറന്നു. ആ വ്യൂഹം കടന്നു വരുന്നു, അത് നേരെ എത്തുന്നു, അത് നേരെ 4 ദിവസം കൊണ്ട് എല്ലാം തകർത്ത് വിജയം നേടുന്നു. ഇപ്പൊ 3 വർഷം കഴിഞ്ഞു, ഇപ്പോഴും അവിടെ വിജയം പൂർണ്ണമായി നേടാൻ കഴിഞ്ഞിട്ടില്ല. ചോദിക്കുന്നത് അത് എന്റെ ചോദ്യം, എന്റെ ഉത്തരം അതല്ല സാറേ. ഞാൻ ചോദിക്കുന്നത് ക്ലിയർ ആണ്. അതായത് റഷ്യ എന്തിന് ഉക്രൈൻ അങ്ങോട്ട് കയറി അടിച്ചതാണോ അതോ ഉക്രൈൻ റഷ്യ കയറി അടിച്ചതാണോ? ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. കണ്ടുകൊണ്ടിരിക്കാതെ ഉത്തരോട് പറയാം. അത് ഇതുമായിട്ട് എന്താണ് ബന്ധം ശ്രീ വർഗീസ്? എനിക്ക് മനസ്സിലായില്ല. ആൻസർ പറയാം. അതിന്റെ ചോദിക്കുന്നതിന് ആൻസർ പറയാം. ശ്രീ വർഗീസ്, അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? അത് ഇതുമായിട്ട് ബന്ധമുണ്ട്. എന്താ പറയുക ബന്ധം? എനിക്ക് മനസ്സിലായില്ല. അതിന് ഇതുമായിട്ട് അത് റഷ്യ കയറി അങ്ങോട്ട് അടിച്ചതിന് ആർക്കും വേവലാതി ഇല്ല. എത്രയോ രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അതിശക്തമായ ഇടപെടലുകൾ നടത്തണമെന്ന് പറഞ്ഞില്ലേ? അവിടെ ഈ പെണ്ണുങ്ങളും കൊച്ചുങ്ങളും ഒന്നും ഇല്ലയോ ഈ യുക്രൈനില്? അത് എത്രയോ കാലമായി പറയുന്നു ശ്രീ വർഗീസ്. യുക്രൈൻ ആയാലും റഷ്യ ആയാലും യുദ്ധം അവസാനിപ്പിക്കുന്ന ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അവിടെ ആരാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പലപ്പോഴും യുദ്ധത്തിന്റെ അന്തരീക്ഷം അവസാനിപ്പിക്കാനുള്ള അന്തരീക്ഷം വരുമ്പോൾ അതെല്ലാം തകർക്കുന്ന ആരാണ്? ഇസ്രയേല് ഇത്രയും കൊച്ചുങ്ങളെയും പെണ്ണുങ്ങളെയും കൊന്നു എന്ന് പറയുന്നു. അത് ഇത്രയും ഗാസയെന്ന്, അത് എന്തുകൊണ്ടാണ് അത് കൊന്നാനുള്ള കാരണം, റീസൺ ആരാണ് എന്തിന്റെ പേരിലായാലും ശ്രീ വർഗീസ്, എന്തിന്റെ പേരിലായാലും ഇസ്രയേൽ ലോകത്ത് നടത്തിയിട്ടുള്ള നരഹത്യയുടെ കണക്കെടുത്ത് നോക്കിയാൽ മറ്റു ലോകത്ത് ഒരു രാജ്യങ്ങളും ആ തരത്തിലേക്കുള്ള നരഹത്യക്ക് തുനിഞ്ഞിട്ടില്ല. നറേറ്റീവാണത്. അത് ഒരു നറേറ്റീവ് അല്ല. പിടഞ്ഞു വീട് മരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ത് നറേറ്റീവ്? അത് ഏതോ ആയിക്കോട്ടെ, അവരെ ഏത് പക്ഷത്തെ ആയിക്കോട്ടെ, അതിനകത്ത് എന്ത് നറേറ്റീവ്? അതെ, നിങ്ങൾ ഉണ്ടാക്കുന്ന മീഡിയകൾ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് കുറെ പേരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ആരുടെ സപ്പോർട്ട് കിട്ടാൻ ശ്രീ വർഗീസ്? കൂടുതൽ പേരുടെ സപ്പോർട്ടൊക്കെ ഈ ശക്തന്മാർക്കല്ലേ ഉള്ളത്. ലോകത്ത് എവിടെ അനീതി കണ്ടാൽ അനീതിക്കെതിരെ പ്രതികരിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ യുദ്ധത്തിന് എതിരായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ റീസൺ ഉണ്ടായത് എവിടെ നിന്നാണ്? ഇത്രയും കുട്ടികളും കുഞ്ഞുങ്ങളും ചാവണം. ഇപ്പൊ താങ്കൾ ഇതിന്റെ വിഷയങ്ങൾ പറയും, പഴയ പഴയ യുദ്ധങ്ങളുടെ മൊത്തം കണക്കെടുക്കാതെ താങ്കൾ ഇതിന്റെ കാര്യം പറയും. ഞാൻ ഇതിന്റെ കാര്യം പറയാം. ഈ ഇറാന് അവരുടെ ജനങ്ങളുടെ ഡെവലപ്പിന് വേണ്ടി അവരുടെ ജനങ്ങളുടെ കാര്യം, ഇറാനികളെ പറ്റി എനിക്കറിയാം. ഞാൻ യു എയിൽ വർക്ക് ചെയ്തതാണ്. അപ്പൊ യു എയിൽ അതിന്റെ ഒരുപാട് ഇറാനികള്
പിന്നെ സ്ഥാപനങ്ങളും കച്ചവടങ്ങളും കാര്യങ്ങളും ചെയ്യുന്നവർ നല്ല മനുഷ്യരാണ് ഇറാനികൾ. പക്ഷെ അവിടുത്തെ ഭരണകൂടമാണ് പ്രശ്നം, ജനങ്ങളല്ല പ്രശ്നം. അവിടുത്തെ ഇറാനിലെ ജനങ്ങളോട് ഒരു ഇന്ത്യക്കാരനും എതിർപ്പില്ല. കാരണം അറിയാവുന്ന ഇറാനികളെ പറ്റി അറിയാവുന്നവർക്ക് നല്ല മതിപ്പാണ് ഇറാനികളെ പറ്റി. പക്ഷേ പ്രശ്നം അവിടുത്തെ ഭരണകൂടമാണ്. അവരെന്തിനുകൊണ്ടാണ് ഈ ഹമാസിനെ വളർത്തിയത്? എന്തിനാണ് ഹിസ്ബുളെ വളർത്തുന്നത്? എന്തിനാണ് ഈ ഊത്തികളെ വളർത്തുന്നത്? ഇതെന്തിനു വേണ്ടിയാണ്? ചോദ്യം ചോദിച്ചാൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഇറാഖിലെ കുർദിഷ് സേനയ്ക്ക് പണം നൽകി ആയുധം നൽകി ഇറാനെതിരെ തിരിച്ചുവിടുന്നത്, ഈ നാളെ ഈ കുർദിഷ് സേന ശക്തമായി അവരവിടെ ഉണ്ടാക്കാൻ പോകുന്ന ആഭ്യന്തര കലഹങ്ങൾ എത്രയോ വലുതാണ്. ഈ പറയുന്ന അമേരിക്കയിൽ അവിടെ കൊണ്ട് ആക്രമണം നടത്തിയ ഭീകരവാദ സംഘടനകളെല്ലാം അൽ ഖ്വയ്ദ അടക്കം ഇവരെല്ലാം ആരാണ് ഊട്ടി വളർത്തിയത്? ഇവരെല്ലാം സൃഷ്ടിച്ചത് ആരാണ്? അതിനെല്ലാം പ്രധാനപ്പെട്ട പങ്ക് അമേരിക്കക്കല്ലേ? അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമേ അല്ല. നിങ്ങൾ അമേരിക്ക മാത്രമേ കുറ്റം പറഞ്ഞത്. ഇതെന്തുകൊണ്ട് ഏറ്റവും വലിയ കുറ്റവാളി അമേരിക്കയാണ്. ഇവരാരും കുറ്റവാളികളല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇവരൊക്കെ കുറ്റവാളികളാണ്. പക്ഷെ ഏറ്റവും വലിയ കുറ്റവാളി അമേരിക്കയാണ്, അതേ പറയുന്നുള്ളൂ. എന്ത് അവരുടെ നാട്ടിൽ ഈ ജനങ്ങൾ ഇത്രയും പട്ടിണി കിടക്കേണ്ട കാര്യങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം രാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് ഇവർക്കെതിരായിട്ട് സംസാരിക്കുന്നില്ല? ഇറാനെ സപ്പോർട്ടായിട്ട് എന്തുകൊണ്ട് ഒരു മുസ്ലിം രാജ്യം നിൽക്കുന്നത്? ഇറാനിലെ ഭരണകൂടം മെച്ചപ്പെട്ട ഭരണകൂടമാണെന്നോ ഇറാനിലെ ഭരണകൂടം നല്ല ഭരണകൂടമാണെന്നോ ഞാൻ പറഞ്ഞില്ല. ഇറാനിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ പരിഹരിക്കേണ്ട വിഷയമാണ്. അവർ പരിഹരിക്കാൻ അവർക്ക് പറ്റത്തില്ല. അവരുടെ വെടിവെച്ച് കൊന്നുകളയും. അവരിറങ്ങാക്കത്തില്ല. ഇന്ത്യയിലെ കൂട്ടല്ല. അപ്പൊ അവരെ രക്ഷിക്കാൻ വേണ്ടി പോയവരാണ് ഈ ഇസ്രായേലികൾ അല്ലേ? തീർച്ചയായും. അതിനൊരു വിശാലമായ കാഴ്ചപ്പാട് കൊള്ളാം. ഇറാനിലെ സാധാരണക്കാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശ്രമമാണ്. ഇന്ത്യ അറിയപ്പെട്ടത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. അതല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താണ് ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുന്നിൽ അറിയപ്പെട്ടത് നരേന്ദ്രമോദി വന്നതിന് ശേഷം? ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുന്നിൽ അറിയപ്പെട്ടത് ശ്രീ വർഗീസ് നരേന്ദ്രമോദി വന്ന ശേഷമൊന്നുമല്ല. ഇന്ത്യ ലോകരാജ്യങ്ങൾ ഇന്ത്യ സ്വതന്ത്രമായ കാലം മുതൽ, നെഹ്റുവിന്റെ കാലം മുതൽ ലോകത്ത് വലിയ അംഗീകാരമുള്ള രാജ്യമാണ് ഇന്ത്യ. അത് ആ അംഗീകാരത്തെ നരേന്ദ്രമോദിയുടെ കാലത്തും അത് മെച്ചപ്പെടുത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. അത് നെഹ്റുവിന് അല്ലാതെ ഈ മോദി വന്നതുകൊണ്ടല്ല ഇന്ത്യ ഈ തലത്തിലേക്ക് എത്തിയത്. മോദി വന്നത് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നതിനും സംശയമില്ല. അവർക്കില്ലാത്ത ബുദ്ധിയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്? കേട്ടില്ല. അവർക്കറിയാം എങ്ങനെ രാജ്യങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇന്ത്യയുടെ നാളത്തെ പുരോഗതിക്ക് എന്താണ് നമുക്ക് ആവശ്യമെന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ ബുദ്ധിയുണ്ട്, അവർക്ക് ഐഡിയ ഉണ്ട്. അല്ല, അതല്ലല്ലോ ഇവിടെ വിഷയം. ഇന്ത്യ ഗവൺമെന്റ് ബുദ്ധി ഉണ്ടോ ബുദ്ധി ഇല്ലയോ? ഇന്ത്യ ഗവൺമെന്റ് എണ്ണ വാങ്ങിക്കണമെങ്കിൽ അമേരിക്കയുടെ അനുമതി വേണോ ഇല്ലയോ എന്നുള്ളതല്ലോ നമ്മുടെ ചോദ്യം. ഇന്ത്യ എണ്ണ വാങ്ങാതിരിക്കുമല്ലോ. ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ടല്ലോ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ സദാനന്ദനാണ് കോഴിക്കോട്. ശ്രീ സദാനന്ദൻ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം. അതില് പിന്നെ ഞാൻ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ലൈവ്. ശരി, പറഞ്ഞോളൂ. അപ്പോ ഒന്നാമത് എന്താന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തില് വളരെ ഒരു ദുഃഖകരമായ കാര്യമാണ് തുടക്കത്തില്. താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു, വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല ശ്രീ സദാനന്ദൻ. നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് വളരെ വേഗത്തിൽ നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി നോക്കേണ്ടതുണ്ട്. നമ്മുടെ യൂട്യൂബ് കമൻറ്റുകൾ വായിക്കാത്തതിൻ്റെ പേരിൽ ചിലരൊക്കെ പരാതിയൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും നമുക്ക് യൂട്യൂബ് കമൻറ്റുകൾ കൂടി വളരെ വേഗത്തിൽ വായിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും ക്ഷമിക്കണം, യൂട്യൂബ് കമൻറ്റുകൾക്കിലേക്ക് വരുന്ന മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക്. ന്യൂസ് 18 പൊതുവെ തുടരുകയാണ്. ഇറാനുമേൽ ഈ കടുത്ത ആക്രമണം നടത്തുമ്പോഴും ഇപ്പോഴും കീഴ്പ്പെടാതെ നിൽക്കുകയാണ് ഇറാൻ. ഇറാനെ പോലെ ഒരു രാജ്യത്തെ അതിൻ്റെ ഭൂപ്രകൃതി കൊണ്ട് കരയുദ്ധത്തിൽ പരാജയപ്പെടുത്തുക എളുപ്പമല്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രയേലും ഒക്കെ ഇപ്പോൾ അത് നീട്ടിക്കൊണ്ടു പോകാനുള്ള തന്ത്രമാണോ നീക്കുന്നത്? ലോകത്തിൻ്റെ അന്തരീക്ഷം അരക്ഷിതമായി തുടരുകയാണോ? ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ ഷംസുദ്ദീനാണ് ഒറ്റപ്പാലത്ത് നിന്നും. ശ്രീ ഷംസുദ്ദീൻ, താങ്കൾക്ക് പറയാം. പറഞ്ഞോളൂ. നമസ്കാരം മിസ്റ്റർ കിരൺ ബാബു. ഞാൻ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് വിളിക്കാനേ യുദ്ധത്തിന്റെ ചർച്ചയിൽ ശരി, പറഞ്ഞോളൂ. താങ്കളുടെ അഭിപ്രായം പറഞ്ഞു. ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. നിലവിലെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ യുദ്ധം വേറൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നു കയറാൻ പാടില്ല എന്നുള്ള തത്വം ലംഘിച്ചുകൊണ്ട് ഈ അമേരിക്കയും ഇസ്രായേലുമാണ് യുദ്ധത്തിന് ഹാനിപേരായിട്ടുള്ളതെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഇപ്പൊ നമ്മളെ രാജ്യത്തിന്റെ ഒരു ഇടപെടലുകളുടെ ഒരു നിരന്തര ഇടപെടലുകളുടെ അപര്യാപ്തത കൊണ്ടാണ് ഈ യുദ്ധം ഈ നിലക്ക് പോകുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പൊ ഒരു 100 കോടി ജനങ്ങൾ നമ്മളുടെ വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എന്റെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്നതാണ്. ഞാൻ അതിന്റെ ആ ഒരു വിഷമത്തിലും അവിടെ നടക്കുന്ന സംഭവങ്ങളുടെ ഇപ്പൊ നിങ്ങൾ നടത്തുന്ന ഇതുപോലുള്ള കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള
ലൈവായി നിൽക്കുന്ന വിഷയത്തെ കുറിച്ചുള്ള ചർച്ചയും ഒക്കെ സജീവമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഞാൻ പ്രത്യേകിച്ച് ന്യൂസ് 18 അതിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം നമ്മളിത് ഓരോ ഉത്കണ്ഠാകുലരാണ്. നമ്മുടെ അടുത്ത് ബേജാറാവുണ്ടാ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെ മക്കളൊക്കെ അവിടെയാണ്. അപ്പൊ ഈ ഒരു പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നയപരമായ ഇടപെടലുകളുടെ കുറവാണെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ? അതാണ് എന്റെ ഒന്നാമത്തെ പോയിന്റ്. കാരണം ഇതിപ്പോ നമുക്ക് 100 കോടി ജനങ്ങളുള്ള വ്യത്യസ്തമായ പല അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലെയും പോയി തടുക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് തടുക്കാൻ കഴിയുന്നത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള അയൽ രാജ്യമായിട്ടുള്ള ഒട്ടേറെ കാലമായി ഇന്ത്യയുടെ കൂടെ നിന്നിട്ടുള്ള, ഇന്ത്യക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടീവായിട്ടുള്ള നയനിലപാടുകളും ഐക്യരാഷ്ട്ര സഭയിൽ പോലും എടുത്തിട്ടുള്ള ഇറാൻ ആയിരുന്നു. ആ ഇറാന്റെ കൂടെ ഈ അമേരിക്കയും ഇസ്രയേലും ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറാനെ അനുനയിപ്പിച്ച് നിർത്തുന്നതിന് നിൽക്കാതെ, അതിനൊരു നയതന്ത്രമായിട്ടുള്ള പരിഹാരം കാണുന്നതിന് ശ്രമിക്കാതെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വേണ്ടി പാദസേവ ചെയ്യുന്ന ഇപ്പോഴത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെ തെറ്റായ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യുദ്ധം ഉണ്ടായതും ഈ തീവ്രമായ യുദ്ധത്തിന്റെ ഇന്ത്യ ഗവൺമെന്റ് അക്കാര്യത്തിൽ ഇടപെട്ടില്ല എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു ഇടപെടേണ്ടത് എന്നോ താങ്കൾക്ക് വിമർശിക്കാം. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഇടപെടാത്തത് കൊണ്ടാണ് യുദ്ധം ഉണ്ടായെന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി കടന്ന കൈയായി പോകില്ലേ ഷംസുദ്ദീൻ? അതെങ്ങനെയാണ് ശരിയാവുക? അല്ല, അതെ, അത് അവിടേക്ക് ഞാൻ പറ്റും. ഈ ഇന്ത്യ ഗവൺമെന്റ് ഇടപെടൽ പറഞ്ഞാൽ ഇപ്പൊ യു എസിന് ഇസ്രായേലും ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ളത് ഒരു വിമർശനാത്മകമായിട്ട് പറയാണ്. ഇപ്പൊ അമേരിക്ക 30 ദിവസത്തിന് ഇന്ധനം മേടിക്കാൻ പറയുമ്പോ ഓക്കെ, ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ലോ താങ്കൾക്ക് അത്തരം ഒരു വിമർശനം വേണമെങ്കിൽ ഉന്നയിക്കാം. പക്ഷെ അതിന് പകരം താങ്കൾ പറഞ്ഞ അങ്ങനെയല്ല. താങ്കൾ പറഞ്ഞത് ഇന്ത്യ ഇടപെടാത്തത് കൊണ്ടാണ് യുദ്ധം ഉണ്ടായത്, അല്ലെ ഇന്ത്യ ഇടപെട്ട യുദ്ധം ഉണ്ടാകില്ല എന്ന് പറയാൻ അതിന് ലോജിക്കലായ എന്തെങ്കിലും കാരണമുണ്ട്? അത് വെറുതെ ഒരു ആരോപണം മാത്രമല്ലേ? അല്ല, ഈ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ യുദ്ധഭീഷണികൾ നിലനിൽക്കുമ്പോൾ തന്നെ നയതന്ത്ര ഇടപെടലുകൾക്കോ മറ്റു രാജ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് ഇന്ത്യ തയ്യാറാണെന്നും അതുപോലെ തന്നെ ഈ മറ്റുള്ള ഇന്ത്യ പറഞ്ഞാൽ കേൾക്കുന്ന 2 രാജ്യങ്ങളാണോ ഇസ്രയേലും അമേരിക്കയും ഒക്കെ? അവരെ ഇന്ത്യ യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ യുദ്ധം ചെയ്യാതിരിക്കും എന്ന് തോന്നലുണ്ടോ? അത് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളിപ്പോ ഇവാക്യുവേഷൻ വേണ്ടി വന്നാൽ തന്നെ നമുക്ക് നടക്കില്ല. 1 കോടി ആളുകൾ പുറത്തുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തെ രാജ്യങ്ങളിൽ, മറ്റ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് നമ്മളാണ്. നമ്മുടെ ആളുകളാണ് പുറത്തുള്ളത്. ശരി, ഓക്കെ. ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നും. ശ്രീ പ്രദീപ്, ഈ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇത്രയും ശക്തിയും അവരുടെ ഇന്റലിജൻസ് സോഴ്സും ഒക്കെ ഉള്ളവരാണ്. അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇറാനെ പോലെ രാജ്യത്തെ കരയുദ്ധത്തിലൊന്നും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നത്. ഇപ്പോൾ പിന്നെ യുദ്ധത്തിന്റെ അന്തരീക്ഷം നീട്ടിക്കൊണ്ടുപോയി ചൈനയടക്കം പ്രതിരോധത്തിലാക്കുക എന്നുള്ള ഒരു കുതന്ത്രം, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യം ഈ രാജ്യങ്ങൾക്ക് ഇപ്പോഴുണ്ടോ? നമസ്കാരം മിസ്റ്റർ കിരൺ. നമസ്കാരം. നിങ്ങളുടെ റെഡ് ഷർട്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല. യു ആർ നൈസ് വിത്ത് ബ്ലൂ. എനിവേ, ശരി, മിസ്റ്റർ കിരൺ, തൊട്ട് മുമ്പേ പറഞ്ഞ നമ്മുടെ ഷംസുദ്ദീൻ സുഹൃത്തിന്റെ അടുത്ത് അറിയാൻ വേണ്ടി പറയാണ്, നമ്മുടെ ഇന്ത്യയിലുള്ള രണ്ട് ഈ സെയിലേഴ്സ്, അതായത് ഒരു ഷിപ്പിൽ വർക്ക് ചെയ്യാൻ പോയിട്ട് ആ ഷിപ്പിന് ഇറാൻ ആക്രമിച്ച് 2 പേരെ അവർ മരിച്ചിട്ട് 18 ദിവസം ആയിട്ടുള്ളൂ. അവർ ഡെഡ് ബോഡി ഇതുവരെ നമുക്ക് വിട്ടുകിട്ടിയിട്ടില്ല. അതേപോലെ 8 പേര് ഏതാണ്ട് 8 മാസത്തോളമായി ഇറാന്റെ കസ്റ്റഡിയിലാണ്. അതും വേറൊരു ഷിപ്പിൽ പോയിട്ട് ഇറാൻ ആ കപ്പലിനെ ആക്രമിക്കുകയും അവരെ പിടിച്ചു വെച്ചിട്ട് ഇന്ത്യ ചോദിച്ചിട്ട് തന്നില്ല. അതായത് നമ്മുടെ സുഹൃത്ത് രാജ്യം എന്ന് പറയുന്ന ഈ ഇറാൻ തന്നെയാണ് നമുക്ക് നമ്മുടെ 8 ഈ ഷിപ്പിൽ വർക്ക് ചെയ്യണ ക്രൂ അങ്ങനെ ഇറാനെയും അമേരിക്കയും കൂടെ ചേർത്ത് വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഇന്ത്യയോട് ചെയ്ത ക്രൂരതയുടെ 1000-1 അംശം പോലും ഇറാൻ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. അല്ല, ഞാൻ പറഞ്ഞത് ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ അദ്ദേഹം നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞാൽ കേൾക്കുമോ, ഇനിയിപ്പോ ഞാൻ പോയി പറഞ്ഞാൽ കേൾക്കുമോ എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ഉത്തരവാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ വിലാപിച്ചിട്ട് കാര്യമില്ല. ആര് പറഞ്ഞാലും കേൾക്കില്ല മിസ്റ്റർ കിരൺ. അതിന് വ്യക്തമായ ഒരു ഉദാഹരണം, നമ്മൾ സത്യം വളച്ചൊടിക്കാൻ പാടില്ല. നോക്കൂ, പറഞ്ഞോളൂ. അല്ല, അജണ്ട നിങ്ങളെ അജണ്ടയല്ല. ഇറാനും അമേരിക്കയ്ക്കും എല്ലാം അവരുടേതായിട്ടുള്ള ഓരോരോ താല്പര്യമുണ്ട്. ഇന്ത്യക്കും ഉണ്ട് അജണ്ട. ഇന്ത്യ എല്ലാത്തും പോയി തലവെക്കൊന്നുമില്ല. ഇന്ത്യക്കുള്ള സമയമില്ല. ഇവിടെ 140 കോടി ജനങ്ങളുണ്ട്. അതിന്റെ പകുതിയും പട്ടിണിപ്പാവങ്ങളാണ്. അവരെ സംരക്ഷിക്കുക മാത്രമാണ് ഇപ്പോഴത്തെ മെയിൻ ലക്ഷ്യം. ഈ ഇറാന്റെ അജണ്ട യഥാർത്ഥത്തിൽ എന്താണ്? നമ്മുടെ ഈ ഇറാനില് അവിടെ ഒരു ടൈം സ്ക്വയർ ഉണ്ട്, പാലസ്തീൻ ടൈം സ്ക്വയർ എന്നാ പറയണേ. അവിടെ 2000-ലെ ലോകം മുഴുവനും മിലേനിയം ആഘോഷിച്ചപ്പോൾ ഇറാനിൽ ചെയ്തെന്താണെന്ന് അറിയായിരിക്കും മിസ്റ്റർ കിരൺ, അറിയായിരിക്കും. അവിടെ അവർ ക്ലോക്ക് റിവേഴ്സ് ചെയ്ത് 25 വർഷം കഴിയുമ്പോൾ, അതായത് അവിടെ നിങ്ങോട്ട് തിരിച്ച് 2000 മുതൽ 2025 2010 കേട്ടോ, ക്ഷമിക്കണം, 2010 അവർ അത് റിവേഴ്സ് ചെയ്തു. ആ റിവേഴ്സ് ചെയ്തിട്ട്
ഇനി 14 വർഷമേ ഉള്ളൂ ഇസ്രയേൽ ഡെത്ത് ഇസ്രയേൽ ഭൂമുഖത്തും തുടച്ചു നീർക്കാൻ. ഇന്ത്യയെ കുറിച്ച് പാകിസ്ഥാനോ വേറൊരു രാജ്യമോ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ തീർത്ത് അടിച്ചൊതുക്കും. ഇത് ഇസ്രയേലിന്റെ നമ്മൾ ആരെയാണ് അങ്ങനെ ശ്രീ പ്രദീപ് അങ്ങനെ തീർത്തടിച്ചു ഒതുക്കാൻ പോയിട്ടുള്ളത്? ഇന്ത്യ പാകിസ്ഥാനുമായി എത്രയോ കാലമായി ഈ തരത്തിലേക്കുള്ള സംഘർഷം നിൽക്കും. നമ്മൾ പാകിസ്ഥാനെ തീർത്തൊടുക്കാൻ പോയിട്ടുണ്ടോ? ഇന്ത്യ അങ്ങനെ അമേരിക്കയും ഇസ്രയേലും കാണിക്കുന്ന പോലെ ലോകത്ത് എവിടെയും പോയി തെമ്മാടിത്തരം കാണിക്കുന്ന രാജ്യമല്ല. ഇന്ത്യ ലോകത്ത് മാന്യമായ അന്തസ്സായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ ഇന്ത്യ ആരെങ്കിലും എവിടെങ്കിലും നിന്ന് ഏതെങ്കിലും പറഞ്ഞത് ആ രാജ്യങ്ങളെ കയറി ആക്രമിക്കാനൊന്നും പോകുന്ന രാജ്യമല്ല. അങ്ങനെ നിങ്ങൾ അമേരിക്കയുമായിട്ടൊന്നും ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യമേ അല്ല പരമ്പരാഗതമായി തന്നെ ഇന്ത്യ. I really appreciate you each and every word from your mouth. ഇന്ത്യ അതാണ്. ഇന്ത്യയിൽ ഒരു ഇന്ത്യക്കാരനും പോയി ഒരു തീവ്രവാദം നടത്തിയിട്ടില്ല. ഒരു ഇന്ത്യക്കാരനും ആരെയും കൊന്നിട്ടില്ല. ഇവിടെ തന്നെ ഞങ്ങളൊക്കെ വന്ന് സത്യം പറഞ്ഞാൽ ന്യൂയോർക്കിൽ ഡോക്ടറായി വരുന്നവൻ അമേരിക്കയിലെ ഡോക്ടറായി വരുന്നവനും ഇൻഡയറക്ട്ലി ഒരു ബംഗാളി തന്നെയാണ്. ഇവിടെ വന്ന് ജോലി ചെയ്ത് ഇന്ത്യയുടെ നമ്മുടെ സ്വത്ത് നാട്ടിൽ തന്നെയാണ് അയക്കണം. അതിനകത്തൊരു 1 or 2% ഉള്ളൂ. ലോകത്തിന്റെ എവിടെ പോയാലും മലയാളി ഇന്ത്യക്കാരനൊക്കെ നല്ലവര് തന്നെയാണ്. നമുക്ക് നിങ്ങൾ പറഞ്ഞാലോ നമുക്ക് അടിക്കണമെങ്കിൽ തൊട്ടടുത്തിരുന്ന ബംഗ്ലാദേശിൽ അടിച്ചൂടെ? നമ്മളെന്താ ചെയ്യാത്ത? നമ്മൾ അടിക്കാനല്ല, നമ്മളൊരു പീസ്ഫുൾ കൺട്രിയാണ്. അതുപോലെ അല്ല മിസ്റ്റർ കിരൺ, ഈ ഇസ്രയേലും അതുപോലെയുള്ളതല്ല, ഈ ഇറാനും അതല്ല. പക്ഷെ ഈ തീവ്രവാദം വെക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ബേസിക്കലി ഈ ഇറാനെ എതിർക്കണം. അല്ലാതെ ഇസ്രായേൽ വന്നിട്ട് എന്റെ അലിയെന്ന് തീവ്രവാദം വെക്കാൻ അതേ കണക്ക് വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദ സംഘടനകളെ പാലൂട്ടി വളർത്തിയിട്ടുള്ളത് അമേരിക്കയല്ലേ? അപ്പോൾ ആദ്യം എതിർക്കേണ്ട രാജ്യം അമേരിക്കയല്ലേ? അതല്ലെന്ന് ആരാണ് പറഞ്ഞു? ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുണ്ടോ? അമേരിക്ക അവര് വേറെ ബിസിനസ് മാത്രമാണ് നോക്കണം. അവര് ലോകത്ത് സുപ്പീരിയർ ആയിരിക്കാൻ വേണ്ടി അവർ പലതും ചെയ്യും. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഇതുവഴി ചൈനയെ വരിഞ്ഞു മുറുക്കുക, ചൈനയുടെ എക്കണോമി തകർക്കുക, ചൈനയെ കഴിയുന്നത്ര പ്രതിരോധിക്കുക. ഇന്നലെ തന്നെ അവരുടെ ഡിഫൻസ് സെക്രട്ടറി ആണെന്ന് ഐ തിങ്ക് അയാൾ പറഞ്ഞ എന്താണ്, ഞങ്ങൾ ഒരിക്കലും ചൈനയ്ക്ക് കൊടുത്തതുപോലെ ഓഫർ ഇന്ത്യക്ക് കൊടുക്കില്ല. വി ആർ നോട്ട് ഗോയിങ് ടു അലൗഡ് എനി മോർ സപ്പോർട്ട് ടു ഇന്ത്യ എന്നാണ്. അതിന്റെ കാര്യം എന്തുവാ? ചൈനയെ വളർത്തിയതുപോലെ അവർ വളർത്തില്ല ഇന്ത്യയും. കാരണം അവർക്ക് ഭയമുണ്ട് ഇൻഡയറക്ട്ലി. അപ്പൊ അതുകൊണ്ട് അമേരിക്ക എന്നൊരു രാജ്യം, അമേരിക്കയ്ക്ക് എപ്പോഴും അവർക്ക് മേധാവിത്വത്തിൽ നിൽക്കണം എന്ന് തന്നെയാണ്. പിന്നെ ഈ ഇറാനെ അടിച്ചതിന്റെ കാരണം അത് ഇസ്രയേൽ തന്നെയാണ്. അത് ആ അടി ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയുന്നു, ഇറാനെ തീർത്തിട്ട് മാത്രമേ ഇസ്രയേൽ വീട്ടിൽ ഇരിക്കൂ. ഇല്ലെങ്കിൽ ഇസ്രയേൽ ഒരു രാജ്യം ഈ ഭൂമത്ത് ഉണ്ടാവില്ല. താങ്ക് യു സോ മച്ച്. ശ്രീ പ്രദീപ്, അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ഒരല്പം ബുദ്ധിമുട്ടാണ്, പക്ഷെ നടക്കും മിസ്റ്റർ കിരൺ. അല്പമല്ല, എത്ര ബുദ്ധിമുട്ടായാലും നടക്കും. ഇറാനെ പോലെ ഒരു രാജ്യത്ത് കടന്നു കയറി അമേരിക്കയും ഇസ്രയേലും വിചാരിച്ചു കഴിഞ്ഞാൽ ആ അതിവിശാലമായ ഭൂപ്രകൃതിയിലൊക്കെ കരയുദ്ധം നടത്തി ആ രാജ്യത്തെ അവരെ കുറെ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. ചിലപ്പോൾ അവിടെ അധികാര കൈമാറ്റത്തിന് ചിലപ്പോൾ സാധ്യമായേക്കും. അതിനപ്പുറത്തേക്ക് ആ രാജ്യത്തെ പരാജയപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ആധുനിക കാലത്ത് ഒരു യുദ്ധം നടത്തിയും ഒരു രാജ്യത്തിനും ഇത്ര വലിയ രാജ്യങ്ങളെ ഒന്നും പരാജയപ്പെടുത്താൻ ഈ റഷ്യ വിചാരിച്ചിട്ട് ഉക്രൈനെ പരാജയപ്പെടുത്താൻ പറ്റുന്നില്ല. പിന്നല്ലേ അവിടെ ഒരു അധികാരം മാറിയാൽ മാത്രം മതി. അധികാരം മാറ്റമൊക്കെ ചില ഞാൻ നടന്നേക്കും. ആ രാജ്യത്തെ തകർത്ത് അരിപ്പണമാക്കും എന്നൊക്കെ പറയുമ്പോൾ അതിനി അമേരിക്ക 5 or 10 കൊല്ലം യുദ്ധം ചെയ്താലും ഈ ലോക സാഹചര്യത്തിൽ ഇറാനെ പോലെ രാജ്യത്തെ ഒന്നും തകർത്ത് അരിപ്പണമാക്കാനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല രാജ്യത്തിന് വേണ്ടി. അത് മാത്രമല്ല, അവര് ഒരുപാട് IRGC മാത്രമല്ല ഒത്തിരി ഗ്രൂപ്പ്സുകളുണ്ട്, അവർ ഈ ട്രൈബ്സുകളുണ്ട്. ഇവരെ ഒന്നും ഒരിക്കലും തീർത്തൊടുക്കാൻ ഒരു അമേരിക്കയ്ക്കും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവരൊരു റെജീം ചേഞ്ച് ഉണ്ടാക്കാനും പറ്റും. അതുവഴി ആ വരുന്ന ഭരണകൂടം ഒരുപക്ഷെ മിസ്റ്റർ കിരൺ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ നല്ല വ്യക്തികളാണ്. എനിക്ക് തോന്നുന്ന ഒരു 80% ഇറാനികളും ദേ ആർ വെരി സോ സ്വീറ്റ് പീപ്പിൾ, വെരി ഗുഡ് പീപ്പിൾ. അത്ര നല്ല. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ തുർക്കിയിലുള്ള കുർദിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു വിഭവമുണ്ട്. തുർക്കിസ്റ്റുകൾ പ്രോബ്ലമും എന്നാൽ കുർദിഷുകൾ വളരെ നല്ല ആൾക്കാരുമാണ്. ബേസിക്കലി വളരെ പേഴ്സണലി എനിക്ക് അറിയുന്ന ആൾക്കാരാണ്. ദേ ആർ വെരി ഗുഡ് പീപ്പിൾ. സ്വന്തം രാജ്യമുണ്ടായിട്ട് അഭയാർത്ഥികളെ പോലെ നടക്കുന്ന വ്യക്തികളാണ്. മലപ്പുറത്ത് ശ്രീ സലീം, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ലോക സാഹചര്യങ്ങളെ കാണുന്നത്? ഈ യുദ്ധാന്തരീക്ഷം ഇങ്ങനെ നീണ്ടുപോയി, പരമാവധി നീട്ടിക്കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ ഇറാൻ അപ്പുറം ഉള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം ചൈനയാണ് എന്ന മട്ടിലേക്കൊക്കെ നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. ചൈനയെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ തന്ത്രം. യുദ്ധം നീട്ടിക്കൊണ്ടുപോയി. പക്ഷേ കാര്യത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് കൂടുതലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളാണ്. നമസ്കാരം കിരൺ. നമസ്കാരം. മിസൈല് വീണത് ഇറാനിലായിരിക്കും, പക്ഷേ അതിന്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന മറ്റു ലോക രാജ്യങ്ങളാണ്. ഇപ്പോ പൂച്ചക്ക് 6 മണികെട്ടും എന്നുള്ള അവസ്ഥയിലാണ് മറ്റുള്ള എല്ലാ രാജ്യങ്ങളും. ശക്തമായ ഒരു നിലപാട് പറയാൻ പോലും ഒരൊറ്റ വൻകിട രാജ്യങ്ങളും മുന്നോട്ട് വരുന്നില്ല. ഇത് തന്നെയാണ് അമേരിക്കയുടെ ഒന്നാമത്തെ വിജയം. ഈ യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യം ഇസ്രായേലിന്റെ ഭൂമി വിസ്തൃതമാക്കുക എന്ന. അവർക്ക് വളരെ കുറഞ്ഞ ഏരിയ ഉള്ളൂ. ഇപ്പോൾ അത് ഒന്നും കൂടി അങ്ങോട്ട് അയൽ രാജ്യത്തിലേക്ക് വ്യാപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. കൂട്ടത്തില് ലോക രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കന്റെ സൂപ്പർ പവറിനെ അംഗീകരിപ്പിക്കുക. അവര് മറുവാക്ക് പറയാൻ ആളില്ലാണ്ടാക്കുക എന്നുള്ളത് ഇപ്പൊ സ്ഥലത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേരളത്തിൽ ഇത്രയധികം
അമേരിക്കക്ക് റാൻ മൂളുന്ന ആൾക്കാരെ കിട്ടി എന്നുള്ളത് തന്നെ അവരുടെ ഒരു വിജയമാണ്. ശരി, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ വിജയകുമാറാണ് പട്ടാമ്പിയിൽ നിന്നും. ശ്രീ വിജയകുമാർ, താങ്കളിലേക്ക് വരും മുമ്പ് നമുക്ക് വളരെ വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി ഒന്ന് വായിക്കേണ്ടതുണ്ട്. ഒരു മിനിറ്റ് താങ്കളൊന്ന് ക്ഷമിക്കുമെന്ന് കരുതുന്നു. നമുക്ക് യൂട്യൂബ് കമൻറ്റുകൾ. ഷിജു കിരിയത്ത്, നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ചോദിക്കുന്നു. US ഒറ്റപ്പെടാൻ ചാൻസ് കൂടുതലാണ് ആഫ്റ്റർ ദിസ് വാർ എന്ന് ഷിജു കിരിയത്ത് പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിളിക്കുന്നില്ല, വലിയ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, ഇതാരും അറിയാനും പോകുന്നില്ല എന്ന് ശശിധരൻ പിള്ള പറയുന്നു. ശ്രീ ശശിധരൻ പിള്ള, അങ്ങനെയല്ല. മലയാളികൾക്ക് എത്രയോ കാലമായി, നൂറ്റാണ്ടുകളായുള്ള ശീലമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങളെ തിരിച്ചറിയുക, അത് വായിക്കുക, അതിനെക്കുറിച്ച് അറിയുക, അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക, അതിൽ നിലപാട് സ്വീകരിക്കുക. ഒക്കെ അങ്ങനെയാണ് ലോകം മുന്നോട്ട് പോകുന്നത്. അല്ലാതെ മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞ് നമ്മൾ ഇടപെടാതെയും അഭിപ്രായം പറയാതെയും ഇരുന്നാൽ നാളെ നമുക്ക് നേരെ വരുമ്പോഴും നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും കാണില്ല. ആരും മിണ്ടാതിരിക്കുമ്പോൾ അതിലെന്തോ കാര്യമുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടതെന്ന് മോഹൻ പറയുന്നു. ശശിധരൻ പിള്ളയുടെ വലിയ വിഷയം നമ്മുടെ മന്ത്രിയുടെ അഭിഹിതത്തെപ്പറ്റി ഭാര്യയ്ക്ക് വട്ടാണെന്ന് അദ്ദേഹം പറയുന്നത്, അതിനെ ഒന്നും ചർച്ച ചെയ്തില്ല എന്നുള്ളതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ യുദ്ധത്തെക്കാൾ താങ്കൾക്ക് പ്രധാനമായി തോന്നുന്നത് അതാണെന്ന് എനിക്ക് അതുകൊണ്ടാണ് താങ്കൾ ഇത് ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞതെന്ന് തോന്നുന്നു. ഹൂത്തി, ഹിസ്ബുള്ള, ഹമാസ് അവരെ വളർത്തിയ ഇറാനൊപ്പം ഞാൻ ഇല്ല എന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. AK കൃഷ്ണൻകുട്ടി പറയുന്നു ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്ന് പറയുന്നു. ശശിധരൻ പിള്ള പറയുന്നു നമുക്ക് ശക്തമായി പ്രതിഷേധിക്കാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും മണിമല എന്ന് ചോദിക്കുന്നു. ട്രംപ് വെല്ലുവിളിച്ച പോലെ രണ്ടിനെയും തട്ടി ഇറാൻ ഇപ്പോഴും തള്ളിക്കൊണ്ടിരിക്കുന്നു എന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് ക്യൂട്ട് ഏഞ്ചൽ പറയുന്നു. ഇസ്രയേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇസ്രയേൽ തീർന്നു പോകും, അത് അവർക്കറിയാം എന്ന് ഹരികുമാർ ചൂണ്ടിക്കാണിക്കും. അതൊരു കാര്യം ശരിയാണ്. ഇസ്രയേൽ എപ്പോഴും ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം, അത് അവരുടെ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരമായി അത് ആവശ്യമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന് തന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അധികാരം നഷ്ടപ്പെടും എന്നുള്ള ഘട്ടം വരുമ്പോഴാണ് പല യുദ്ധങ്ങളുമൊക്കെ സമീപകാലത്തൊക്കെ അവർ എടുത്തിട്ടുള്ളത് എന്നുകൂടി കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റ് ചില കമൻറ്റുകൾ കൂടിയുണ്ട്. ജയകുമാർ, എവിടുത്തുകാരനാണ് പിള്ളെ, വർഗീസിനെയാണ് എന്തോന്ന് ചോദിക്കുന്നത്. നാസർ പറയുന്നു സമാധാനം വരട്ടെ എന്ന്. ഇന്ത്യയുടെ അന്തസ്സ് താഴ്ന്നു പോകുന്നു, പണ്ട് അഭിപ്രായത്തിന് ഒരു അന്താരാഷ്ട്ര ശ്രദ്ധ കിട്ടിയിരുന്നുവെന്ന് സുരേഷ് ചൂണ്ടിക്കാണിക്കുന്നു. മോദി ആയതുകൊണ്ടാണ് ട്രംപ് കണ്ണുരുട്ടുന്നതെന്നാണ് ജയകുമാറിൻ്റെ അഭിപ്രായം. സുരേഷ് പറയുന്നു ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന രാജ്യം കശ്മീർ വിഷയത്തിൽ കൂടെ വന്ന രാജ്യമാണ് ഇറാൻ എന്നത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സുരേഷ്. ഒക്ടോബർ 7 കാറ്റ് വിതച്ച് ഇന്നലെ കൊടുങ്കാറ്റ് പോയിന്ന് ഇറാൻ എന്നാണ് ഗ്ലാഡിയേറ്റർ പറയുന്നത്. ശ്രീദേവി പറയുന്നു എഫ്സ്റ്റീൻ ഫയൽ കൂട്ടുകാരാണ് ട്രംപ്, നെതന്യാഹു, മോദി എന്ന് പറയുന്നു. എന്തായാലും അങ്ങനെ കുറേ കമൻറ്റുകൾ കൂടി ഇതിൽ വന്നിട്ടുണ്ട്. ഇറാൻ പ്രബുദ്ധ മതേതര ജനാധിപത്യ രാജ്യമാകാൻ പ്രാർത്ഥിക്കാമെന്നാണ് ഗ്ലാഡിയേറ്റർ പറയുന്നത്. പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ പ്രബുദ്ധ മതേതര രാജ്യമാകുമെന്ന് എനിക്കറിയില്ല. കുറച്ചെങ്കിലും കമൻറ്റുകൾ വായിക്കാൻ തുടങ്ങിയാൽ നന്ദിയുണ്ട് മിസ്റ്റർ കിരൺ എന്നാണ് സദാശിവൻ നായർ പറയുന്നത്. ശ്രീ വിജയകുമാർ, താങ്കളുടെ അഭിപ്രായം പറയാം. ഞാൻ ആദ്യം തന്നെ പറയുന്ന പോലെ ഇത് അനേകം മാനങ്ങളുള്ള ഒരു യുദ്ധമാണ്. പക്ഷെ ആ സംഘർഷം ഏറ്റവും ഭീകരമായിട്ട് സ്ഥിതിയിലൊന്നും എത്തിയിട്ടില്ല. അത് തീരുമെന്നതിനാണ് പ്രതീക്ഷ. പക്ഷെ മറ്റൊരു കാര്യം, ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ യുദ്ധത്തിന് ഏറ്റവും കാരണം അമേരിക്കയാണ്. അമേരിക്ക ആണ് ഇതിന് തിരികൊടുത്തിരുന്നത്, ശരിക്കും ഇറാനല്ല. ഇറാൻ അങ്ങോട്ട് ആക്രമിച്ചില്ല, തിരിച്ച് ആക്രമണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഇന്ത്യയിൽ തന്നെ, അത് മുമ്പേ ഞാൻ പറയേണ്ടതാണ്. ശരിക്കും മറ്റേ അനധികൃത കുടിയേറ്റക്കാരെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് കുറെ ആൾക്കാരെ ഒരു പ്രാവശ്യം, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആകെ കയ്യും കാലും വലിയ യുദ്ധ കുറ്റവാളികളെ പോലെയൊക്കെ കൊറോണ സമയത്ത് മോദി ശരിക്കും എന്താ ചെയ്തത്? അപ്പൊ ഏറ്റവും മോശമായിട്ടുള്ളൊരു ഭരണാധികാരിയാണ് മോദി എന്ന് നമുക്ക് ഈ കാര്യം കൊണ്ട് പറയാൻ പറ്റും. ആ സമയത്ത് കൊളംബിയ അവരെ ഇറക്കാൻ സമ്മതിച്ചില്ല. കൊളംബിയയിൽ അങ്ങനത്തെ പിന്നെ അവർ പൗരന്മാരെ അവിടെ ഇറക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ അത് മോദി ശരിക്കും അതിനെ പറ്റി മാപ്പ് പറയാൻ, രാഷ്ട്രത്തോട് ശരിക്കും മാപ്പ് ആ സമയത്ത് തന്നെ മാപ്പ് പറയേണ്ടതാണ്. ഇതിന്റെ ഭാഗത്ത് തെറ്റുപറ്റി എന്ന് പറയേണ്ടതാണ്. അതൊന്നും പറയണ്ട. അപ്പൊ മോദിയുടെ വിദേശ നയം ഏറ്റവും മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തിനാണ് എല്ലാ രാജ്യത്തും പോയി നമ്മൾ ആവശ്യമില്ലാതെ ഇടപെടുന്നത് എന്നുള്ള തന്ത്രപരമായ ഒരു നിലപാടായിക്കൂടെ ശ്രീ വിജയകുമാർ? അല്ല, അതല്ല. നമ്മുടെ രാജ്യത്ത് നമ്മുടെ പൗരന്മാരെ ഇങ്ങനെ യുദ്ധ കുറ്റവാളി ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രതികരിക്കണ്ടേ? ചിലപ്പോൾ സമാധാനത്തിനാണ് നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് അംഗീകരിക്കാം. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം യുദ്ധം എത്രയും പെട്ടെന്ന്, ഇപ്പൊ 2-3 ദിവസമായിട്ട് വലിയ റിപ്പോർട്ട് കേൾക്കാറില്ല, എത്രയും പെട്ടെന്ന് വേണ്ടത്. രാജീവ്, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ലോക സാഹചര്യത്തെ വിലയിരുത്തുന്നത്? തന്ത്രപരമായ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം കണ്ടുള്ള ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം നിലനിർത്തലാണോ ഇത്? ഇത് പറയാനേ, ഞാൻ ജഗതി ഒരു സിനിമയിലൊരു കാര്യം പറഞ്ഞത് ഞാനൊന്ന് പറഞ്ഞിട്ട് പറയാം. ജഗതി ഒരു സിനിമയിൽ പറയുന്നുണ്ട് ഏത് അച്ഛൻ വന്നാലും അമ്മയ്ക്ക് കിടക്കപ്പുറയില്ലെന്ന്.
അതായത് ഇന്നെല്ലാം ഇന്ത്യ സമാധാനം പറയണം, മോഡി പറയണം. ചൈന മിണ്ടുന്നില്ല, പിന്നെ റഷ്യ മിണ്ടുന്നില്ല, ബ്രിട്ടൻ മിണ്ടുന്നില്ല. ഇവരെല്ലാവരും അനങ്ങാതിരിക്കുക. അതിന് കയറി മോഡി കയറി പറയണമെന്ന് പറഞ്ഞാൽ ഇവര് ഈ ഇത്തിരി വിളിക്കുന്ന ആൾക്കാർക്ക് മോഡിയുടെ അടുത്തും ഇന്ത്യൻ ഗവൺമെന്റിന്റെ അടുത്തും വിരോധം പറഞ്ഞിട്ട് വല്ല കാര്യം. അതുകൊണ്ട് തന്നെ GCC രാജ്യങ്ങൾ അവിടെ കിടക്കുന്നു. നമ്മളെ ആൾക്കാർ എത്ര പേര് കിടക്കുന്നു. അവരെ വെറുപ്പിച്ചുകൊണ്ട് നമുക്ക് ഇറാനൊരു സപ്പോർട്ട് പറയാക്കത്തില്ല. അവര് ഈ രാജ്യങ്ങൾ ഇത്രയും GCC രാജ്യങ്ങൾ ഇത്രയും പേരും ഈ അമേരിക്കയുടെ കീഴിൽ കഴിയുന്നവർ, അവർക്ക് എണ്ണ എടുത്തു കൊടുക്കുന്നതും അവരെ മിലിറ്ററിക്കാരും ഈ രാജ്യങ്ങളിൽ മൊത്തം. ഞാൻ സൗദിയിൽ നിന്നിട്ടുള്ള, സൗദിയില് മസ്കറ്റില് ഈ മറ്റുള്ള രാജ്യങ്ങൾ അവരൊന്നും എതിര് പറയത്തില്ല. അവരെ എതിർത്തുകൊണ്ട് നമുക്കൊരു കാര്യം പറയാനുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് വിളിച്ചിട്ട് മോഡി പറയാന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ പാകിസ്ഥാനെ അടിച്ചത്? നമ്മൾ എന്തുകൊണ്ട് പാകിസ്ഥാനെ അടിച്ചു? പാകിസ്ഥാൻ നമ്മളെ പട്ടാളക്കാരെയും കൊന്നു, നമ്മളെ ആൾക്കാരെയും കൊന്നതിന് ശേഷം നമ്മൾ അടിച്ചു. അല്ല നമ്മൾ അല്ലാതെ പോയി അടിച്ചിട്ടില്ല അവരെ. നമ്മളല്ലാതെ പോയി അടിച്ചിട്ടില്ല. മോഡി പറയണം, ഇന്ത്യ പറയണം എന്ന് പറഞ്ഞാൽ ഇവിടെ 140 കോടി ജനങ്ങളിൽ 40% ആൾക്കാരേ ഉള്ളു പൈസ ഉള്ളവർ. ബാക്കി 100 പട്ടിണിക്കാരാ. ഇവരൊക്കെ ഈ വിളിക്കുന്ന ഇവരൊക്കെ യാതൊരു ബുദ്ധിയില്ലാതെ ഒന്ന് പറയും. ഇന്ത്യ പറയണം. ഇന്ത്യ പറഞ്ഞ അവന്മാര് കേൾക്കൂ? ഇവർ രണ്ടുപേരും കേൾക്കൂ ഇന്ത്യ പറഞ്ഞ? എന്തെങ്കിലും ഒന്ന് വിളിച്ചും ചാനലിൽ വിളിച്ചും മോഡി പറയണം, ഇന്ത്യ പറയണം. മറ്റുള്ള ലോകരാഷ്ട്രങ്ങളൊന്നും മിണ്ടുന്നില്ല. നമ്മൾ തന്ത്രപരമായിട്ട് തന്നെ നിൽക്കുന്നു. ഇങ്ങനെ നിൽക്കുന്ന നല്ലത്. പിന്നെ അമേരിക്ക കാണിക്കുന്ന തെറ്റ് തന്നെ. പക്ഷെ വേറെ ഒരു കാര്യമുണ്ട്, ചില രാജ്യങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരും കൂടെ വേണം. ഒരു ഭയം വേണം. ഭയം ഇല്ലെങ്കിലേ ഇവരെല്ലാം കുഴപ്പക്കാരാ. അത് നമ്മളെന്നല്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം സാറിനോട് പറയാം. പാകിസ്ഥാനെ നമ്മൾ അന്ന് അടിച്ചില്ലെങ്കിലേ അവന്മാര് വീണ്ടും നമ്മളെ അടുത്ത് ഈ വരക്കരം കാണിക്കും. ഇത് തന്നെ ഇവിടെ നടക്കുന്നത്. എന്തിനാ വെറുതെ നമ്മൾ പോയി അടിക്കുകയാണോ പാകിസ്ഥാൻ? അല്ല, അവന്മാര് നമ്മളോട് കാണിച്ചതിന്റെ പ്രതികാരം അവരുടെ 1 ആണോ 2 ആണോ 3 ആണോ എന്നിട്ട് ക്ഷമിച്ചില്ലേ. പിന്നെ ചിലയിടത്ത് അടിക്കേണ്ടി വരും. പിന്നെ യവന്മാര് ഈ അമേരിക്ക കാണിക്കുന്ന തെറ്റ് തന്നെ. നമ്മളത് അതിനകത്ത് അവർക്ക് സപ്പോർട്ടൊന്നും പറയാം. എന്നാൽ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ സാറിന്റെ ഓർമ്മ പറയുക. ഇപ്പൊ സാറ് മോശമായിട്ട് ഒരു വീട്ടിൽ വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ സാറിന്റെ അച്ഛൻ കർശനം അടിയെ തരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ നേരെയാവും. ഇത് ആരെങ്കിലും ഒരാൾ വേണ്ടേ ഇവരെയൊക്കെ ഒന്ന് നേരെയാക്കാൻ? ഇല്ലെങ്കിൽ യവന്മാരും രാജീവ്, ഈ അമേരിക്കയും ഇസ്രായേലിനെയും കൂടി നേരെയാക്കാനുള്ള ആളുകൾ വേണം എന്ന് കൂടി നമുക്ക് ആഗ്രഹിക്കാം. അത് വേണം. അതിന് ഇവരെ നേരെയാക്കണമെങ്കിൽ നമ്മളൊരു 10 വർഷം കൂടെ കഴിയണം. ശരി, നമുക്ക് അങ്ങനെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, യഥാർത്ഥത്തിൽ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളൊരു അജണ്ട ഈ ആഗോള രാഷ്ട്രീയത്തിൽ ചൈനയ്ക്കെതിരായ അമേരിക്ക ഇസ്രായേൽ നീക്കത്തിന്റെ ഭാഗം കൂടിയൊക്കെയാണോ? നമസ്കാരം. നോക്ക്, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്ത് മുഴുവൻ കാണിച്ചു കൂടിയിട്ടുള്ള ദ്രോഹങ്ങൾ എത്രയാണെന്ന് കൈയും കണക്കുണ്ടോ? ഏതെല്ലാം രാജ്യങ്ങളിൽ എന്തെല്ലാം ന്യായം പറഞ്ഞു പോയി ആക്രമണം നടത്തി ആൾക്കാരെ കൊന്നിട്ടുണ്ട്, ഭരണാധികാരികളെ കൊന്നിട്ടുണ്ട്, അവരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, ഭരണാധികാരികളുടെ അധികാരമാറ്റം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ലോകം മുഴുവൻ ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു രാജ്യമല്ലേ അമേരിക്ക. എന്റെ സംശയം, അങ്ങനെയുള്ള ഒരു അമേരിക്കയ്ക്ക് നമ്മളിപ്പോ ഇന്ന് വിളിച്ചാലും മിക്കവാറും പേരും അമേരിക്കൻ ഭക്തരായിട്ട് മാറിയിട്ടുണ്ട്. ആ അമേരിക്കയുടെ ഇത് കാട്ടായങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് എന്തോ ഹീറോയിസത്തിനെ വർഷിപ്പ് ചെയ്യുന്ന പോലെയുണ്ട്. നോക്കൂ, ക്രൂഡ് ഓയിലിന് വില കിടന്ന് $75 കിടന്ന് ഇപ്പൊ 125 ഒരാഴ്ച കൊണ്ട് $50 കൂടി. ഇതിന്റെ നഷ്ടം ആർക്കാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. എത്രയോ കോടി രൂപയാണ് നമുക്ക് നഷ്ടം വരുന്നത്. ഇനിയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടിക്കൊണ്ടേയിരിക്കും. രാജ്യത്തിന് എന്തെല്ലാം രീതിയിലുള്ള നഷ്ടം ഉണ്ടാവുന്നത്. അപ്പൊ ചെയ്യേണ്ടത് ഈ ഇന്ത്യ മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്. മിണ്ടാതിരിക്കുക എന്നുള്ളത് നയതന്ത്രമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പേടിച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത്. മിണ്ടിക്കഴിഞ്ഞാല് ഈ യുദ്ധം എല്ലാം കഴിയുമ്പോൾ അമേരിക്ക നമുക്ക് എന്തൊക്കെ ദ്രോഹം ചെയ്യാന്നുള്ള പേടിയാ. ആ പേടി കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. പക്ഷെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇതിനെതിരെ ലോകരാഷ്ട്രങ്ങളെ അണിനിരത്തി ഇന്ത്യ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമുക്കൊരു ഇതുണ്ടല്ലോ, ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നൊരു സാധനം. ആ സാധനം ഇപ്പൊ ലോകത്ത് നിലവിലിരിപ്പുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. ഇത്രയ്ക്ക് ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പോലൊരു രാജ്യത്തിന് ഈ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല, മിണ്ടാതിരിക്കാൻ പാടില്ല. അവര് ചൈനയായാലും റഷ്യ ആയാലും മറ്റുള്ള ശക്തികളെ എല്ലാം കൂട്ടിയോജിപ്പിച്ച് ഒരു ലോകത്തിൽ മൊത്തം ഒരു അഭിപ്രായ രൂപീകരണം നടത്തി ഇത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. യുദ്ധത്തിനെതിരാവണം. ലോകം മുഴുവൻ യുദ്ധത്തിനെതിരെ നിന്നെങ്കിലേ മനുഷ്യരാശിക്ക് വിരോധിയുള്ളൂ. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങള്. ശരി.
നിങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീകൃഷ്ണൻകുട്ടി, ഇന്ത്യ പോലൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നയതന്ത്രം തീരുമാനിക്കുന്നതിന് അതിൻ്റേതായ മറ്റ് പല ഘടകങ്ങളും ഉണ്ടാവും. അത് സ്വാഭാവികമായും അതാത് കാലത്തെ ഭരണകർത്താക്കളാണ് അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമ്മളുടെ ആഗ്രഹം പോലെ ഒരു രാജ്യത്തിന് നയതന്ത്ര വിഷയത്തിലൊക്കെ തീരുമാനം ഉണ്ടായെന്ന് വരില്ല. ഇപ്പോൾ റഷ്യയെ പോലെ ഒരു രാജ്യമായാലും ചൈനയെ പോലെ രാജ്യമായാലും ഒക്കെ ഇത്തരം ഘട്ടത്തിലൊക്കെ അവർ ഇടപെടാതെ എന്തുകൊണ്ട് നിൽക്കുന്നു, അത് അവരുടേതായ തന്ത്രപരമായ തീരുമാനം. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് പക്ഷേ അതിൽ വിമർശനവും ഒക്കെ ആളുകൾക്ക് സ്വാഭാവികമായും ഉണ്ടാകാം. എന്തായാലും ഈ വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. ഒരു ഭാഗത്ത് ഇറാനെതിരെ അമേരിക്ക നടത്തുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്നത് കൊള്ളരുതായ്മയാണ്, അത് അധിനിവേശമാണ്, അതിൽ ആക്രമണത്തിന് പിന്നിൽ അവർക്ക് മറ്റ് ലക്ഷ്യങ്ങളുണ്ട്, ചൈനയെ ഞെരുക്കുക എന്നടക്കമുള്ള ലക്ഷ്യങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു. അതല്ല, അവർ ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞവർ. അങ്ങനെയല്ല, ഇറാനിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ ഒരു ആക്രമണം ഇറാനിൽ നടത്തിയത് എന്ന് പറഞ്ഞ ആളുകൾ വരെയുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടും മത കാഴ്ചപ്പാടും ഒക്കെ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആശയ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകും. ആ വ്യത്യസ്തത എല്ലാം കൂടി ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും മഹത്തായ ഈ രാജ്യത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നൊരു ഘടകം. അങ്ങനെ ചേർത്ത് നിർത്താതെ ഏക അഭിപ്രായത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനോടത്താണ് ഇറാൻ ചിലപ്പോഴെങ്കിലും പരാജയപ്പെടുന്നത്. അല്ലെങ്കിൽ ഇസ്രായേലിൽ ഇത്തരം യുദ്ധങ്ങൾക്കൊക്കെ അവർ നിൽക്കാനുള്ള കാരണവുമൊക്കെ അത്തരം കാര്യങ്ങൾ കൂടി ചേർന്നാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.